ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ ക്ലാസ്സിൻ്റെ ടൈം ഞാനൊന്ന് പറയാം. കാലത്ത് 6 മണിക്കൊരു ക്ലാസ്, 9 മണിക്കൊരു ക്ലാസ്, 12 മണിക്കൊരു ക്ലാസ്, 3 മണിക്കൊരു ക്ലാസ്, 8 മണിക്ക് രാത്രി 8 മണിക്കൊരു ക്ലാസ്, രാത്രി 10:30 ഒരു ക്ലാസ്, അങ്ങനെ 6 ക്ലാസ്സുകളാണ്. അപ്പോൾ അതിൽ കാലത്ത് 6 മണിയുടെയും 9 മണിയുടെയും ക്ലാസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി SCRT NCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. ഓരോ സബ്ജക്റ്റ് വൈസ് നമ്മൾ SCRT NCRT കവർ ചെയ്ത് പോകുന്നുണ്ട്. 12 മണിക്ക് ടോപ്പിക് വൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നോക്കുവാണെങ്കിൽ SCRT മാത്രം പഠിച്ചിട്ട് നമുക്ക് കാര്യമില്ല അല്ലേ. SCRTയും NCRTയും അതല്ലാതെ പുറമേയുള്ള കാര്യങ്ങളും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളിപ്പോൾ ടോപ്പിക് വൈസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് 12 മണിക്ക് വരുന്നത് 3 മണിക്ക് വരുന്നത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളമാണ്. അത് ഒരാഴ്ച 3 കൂടെ കവറാകുന്ന രീതിയിൽ 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് നമ്മൾ കാലത്ത് 6 മണിക്കും 9 മണിക്കും 12 മണിക്കുമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചോ ആ ഭാഗത്ത് നിന്നും PSC പരീക്ഷകളിൽ, പ്രത്യേകിച്ച് 2021 മുതൽ 2024 വരെയുള്ള വർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ മുൻവർഷ ചോദ്യങ്ങൾ ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞ് രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗം നമ്മൾ പഠിക്കുന്നത്, എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. കൂടാതെ അതിൻ്റെ കൂട്ടത്തിൽ കലാ, കായികം, സംസ്കാരം, സാഹിത്യം എന്ന് പറയുന്ന ഭാഗം നമുക്ക് പഠിക്കാനുണ്ടല്ലോ അല്ലേ. അപ്പോൾ ചില ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതെന്താ ഒത്തിരി പഴയ കറണ്ട് അഫയേഴ്സ് ഒക്കെ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഴയത് ചോദിക്കുന്നതല്ല. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ചോദിക്കും. അതല്ലാതെ നമുക്ക് കലാ, കായിക, സംസ്കാരം എന്ന് പറഞ്ഞിട്ട് ഭാഗം പഠിക്കാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് അവർക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം അല്ലേ. അപ്പോൾ അത് അവർ കുറച്ച് പഴയ വർഷത്തേതൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ആ ഒരു ഭാഗവും നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഭാഗമാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ കൂട്ടത്തിൽ കറണ്ട് അഫയേഴ്സും ഈ പറയുന്ന കലാ, കായിക, സംസ്കാരം, സാഹിത്യം എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSCക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആ ഒരു ഏരിയയും കൂടെ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ മാക്സിമം ക്ലാസ്സുകൾ കണ്ട് പ്രയോജനപ്പെടുത്തുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടക്കം മുതൽ, അതായത് നമ്മുടെ ആദ്യത്തെ ക്ലാസ് മുതൽ കണ്ടു വേണം വരാനായിട്ട്. അപ്പോഴാണ് ഒരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ടെലഗ്രാമിൽ ജോയിൻ ചെയ്യണം. ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസത്തെയും ഡേറ്റ് ഇട്ട് ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത് കൃത്യമായ ഒരു ചിട്ടയായ രീതിയിലാണ് നമ്മൾ പോകുന്നത്. വീക്കിലി നമുക്ക് റിവിഷൻ ഉണ്ട്. ഞായറാഴ്ച രാത്രി 8 മണിക്ക് ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവിഷൻ ചെയ്യുന്നുണ്ട്. മന്ത്ലി റിവിഷൻ ഉണ്ട്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് നമുക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ജോഗ്രഫി. ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്, കഴിഞ്ഞ ദിവസം വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ പഠിച്ചല്ലേ. ഇന്ന് പഠിക്കുന്നത് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ, ഒരൊറ്റ ചോദ്യ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. 10th സ്റ്റാൻഡേർഡിലെ 8ാമത്തെ ചാപ്റ്ററാണ്. ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നതാണ് ചാപ്റ്ററിൻ്റെ പേര്. കാർഷിക കാലങ്ങളും അങ്ങനെ ആ ഒരു ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുന്ന വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ നോട്ട്, പെന്ന് റെഡിയാക്കി വയ്ക്കുക. നമുക്ക് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ട് കടക്കാം. അപ്പോൾ നോക്കുക, ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നുള്ളതാണ് 8ാമത്തെ ചാപ്റ്റർ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളത്, നോക്കുക, പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ രാജ്യമാണ് ഇന്ത്യ. നമ്മൾ പഠിച്ചു അല്ലേ, പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ രാജ്യമാണ് ഇന്ത്യ. ഭൂവിസ്തൃതി, ഭൂപ്രകൃതി സവിശേഷതകൾ, കാലാവസ്ഥ, മണ്ണിനങ്ങൾ തുടങ്ങിയവയാണ് നമ്മുടെ വിഭവ സമൃദ്ധിക്ക് ആധാരം. രാജ്യപുരോഗതിക്ക് വിഭവ ലഭ്യത പോലെ പ്രധാനമാണ് വിഭവ വിനിയോഗവും. ഓക്കെ, അപ്പോൾ എന്താണ് ഭൂപ്രകൃതി സവിശേഷതകൾ, എന്താണ് കാലാവസ്ഥ, മണ്ണിനങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ രാജ്യപുരോഗതിക്ക് ഈ വിഭവ ലഭ്യത പോലെ തന്നെ പ്രധാനമാണ് എന്ത്? വിഭവ വിനിയോഗവും. കൃഷി, ഖനനം, വ്യവസായം, ഗതാഗതം എന്നിങ്ങനെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന
വിവിധ മേഖലകളുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, കൃഷി, ഖനനം, വ്യവസായം, ഗതാഗതം തുടങ്ങി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന വിവിധ മേഖലകളുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളെ കുറിച്ചാണ്. ഓക്കെ, അഗ്രികൾച്ചറൽ ആൻഡ് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്, കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും. അപ്പോൾ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു കാർഷിക രാജ്യമാണ് അല്ലെ. ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. ജനസംഖ്യയിൽ 2/3 ജനങ്ങളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഭക്ഷ്യവിളകൾ കൂടാതെ ചില വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കളും കാർഷിക മേഖലയിൽ നിന്ന് ലഭിക്കുന്നു. വൈവിധ്യമാർന്ന കാർഷിക വിളകൾ ഇന്ത്യയുടെ സവിശേഷതയാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള കാർഷിക വിളകൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നതിന് സഹായകമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ. അപ്പോൾ എന്തൊക്കെ ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ്? എന്താണ് ഇതിനൊക്കെ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നതിന് സഹായകമായിട്ടുള്ളത്? ഭൂപ്രകൃതി വൈവിധ്യം, മണ്ണ്, കാലാവസ്ഥ, ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. അപ്പോൾ എല്ലാ വിളകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാലാവസ്ഥാ സാഹചര്യങ്ങൾ ഒരുപോലെയല്ലല്ലോ. അല്ല, നമ്മളിപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥകളും ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വളരുന്ന വിളകൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇത്രയും നേരം പഠിച്ചു. അപ്പോൾ ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഓരോ വിളകളാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഓരോ കാലത്തിനും ഏറെ അനുയോജ്യമായിട്ടുള്ള കാർഷിക വിളകൾ നമുക്കുണ്ട്. കൃഷി ചെയ്യുന്ന കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഖാരിഫ്, റാബി, സൈദ് എന്നിങ്ങനെ 3 കാർഷിക കാലങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കൃഷി ചെയ്യുന്ന കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഖാരിഫ്, റാബി, സൈദ് എന്നിങ്ങനെ 3 കാർഷിക കാലങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്ത് നിന്നും ഒത്തിരി ചോദ്യങ്ങൾ ഈ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പോൾ നോക്കുക, ഖാരിഫ്, റാബി, സൈദ് എന്നിങ്ങനെ 3 കാർഷിക കാലങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളത്. അപ്പോൾ ഈ കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാർഷിക വിളകളുടെ വർഗീകരണമാണ് ഇതായിട്ട് ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുള്ളത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ കാർഷിക കാലങ്ങൾ, അതിൻ്റെ വിളയിറക്കൽ കാലം, വിളവെടുപ്പ് കാലം, പ്രധാന വിളകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുള്ളത്. നോക്കുക, ആദ്യം ഖാരിഫ്. ഖാരിഫ് എന്ന് പറയുന്ന കാർഷിക കാലത്തിൻ്റെ വിളയിറക്കൽ കാലം എപ്പോഴാണ്? ജൂൺ മാസത്തിലാണ്. ഓക്കെ, മൺസൂണിൻ്റെ ആരംഭത്തിലാണ് ഖാരിഫ് എന്ന് പറയുന്ന കാർഷിക കാലം. അതിൻ്റെ വിളവെടുപ്പ് കാലം, വിളയിറക്കൽ കാലം ഇനി വിളവെടുപ്പ് കാലം എന്ന് പറയുന്നത് നവംബർ ആദ്യവാരമാണ്. ഓക്കെ, അതായത് മൺസൂണിൻ്റെ അവസാനമാണ് എന്ത് ചെയ്യുന്നത്? വിളവെടുക്കുന്നത്. ഇനി പ്രധാന വിളകൾ ഏതൊക്കെയാണ്? പ്രധാന ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത് നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല എന്നിവയാണ്. ഓക്കെ, അപ്പോൾ ഖാരിഫ് എന്ന് പറയുന്ന കാർഷിക കാലം, അതിൻ്റെ വിളയിറക്കൽ കാലം എപ്പോഴാണ്? ജൂണാണ്. മൺസൂണിൻ്റെ ആരംഭത്തിലാണ് വിളയിറക്കുന്നത്. വിളവെടുക്കുന്നത് നവംബർ ആദ്യവാരം, അതായത് മൺസൂണിൻ്റെ അവസാനമാണ്. പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല എന്നിവയാണ്. ഓക്കെ, ഈ അടുത്തത് റാബി. റാബി എന്ന് പറയുമ്പോൾ അതിൻ്റെ വിളയിറക്കൽ കാലം നവംബർ മധ്യമാണ്. ഇവിടെ ഖാരിഫ് വിളകൾ വിളയെടുത്തത് എപ്പോഴാണ്? നവംബർ ആദ്യവാരത്തിലാണ് വിളവെടുപ്പ് കാലം. അപ്പോൾ ആ ഒരു നവംബർ മധ്യത്തോടു കൂടിയിട്ട് റാബി വിളകൾ എന്ത് ചെയ്യും? വിളയിറക്കുന്നു. ഓക്കെ, അതായത് ശൈത്യകാല ആരംഭത്തിൽ റാബി വിളകൾ വിളയിറക്കുന്നു. ഇനി അത് വിളവെടുക്കുന്ന എപ്പോഴാണ്? നവംബർ മധ്യത്തിൽ തുടങ്ങി മാർച്ചിൽ, അതായത് വേനലിൻ്റെ ആരംഭത്തോടു കൂടിയിട്ടാണ് റാബി വിളകൾ വിളവെടുക്കുന്നത്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട റാബി വിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, പുകയില, കടുക്, പയറ് വർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ്. ഓക്കെ, ഗോതമ്പ്, പുകയില, കടുക്, പയറ് വർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട റാബി വിളകൾ. ഇനി സൈദ്, അടുത്തത് സൈദ് എന്ന് പറയുന്നത് വിളയിറക്കുന്നത് മാർച്ചിലാണ്. ഇവിടെ നമ്മൾ മാർച്ചിലല്ലേ വിളവെടുത്തത് റാബി വിളകൾ. അത് കഴിഞ്ഞ് മാർച്ചിൽ വേനലിൻ്റെ ആരംഭത്തിലാണ് സൈദ് വിളകൾ വിളയിറക്കുന്നത്. വിളവെടുക്കുന്നത് എപ്പോഴായിരിക്കും? ജൂൺ മാസത്തിലായിരിക്കും, മൺസൂണിൻ്റെ ആരംഭം. ദെൻ അത് വിളവെടുത്തു കഴിഞ്ഞാൽ വീണ്ടും ജൂൺ മാസത്തിൽ മൺസൂണിൻ്റെ ആരംഭത്തിൽ എന്ത് വിളയിറക്കും? നമ്മുടെ ഖാരിഫ് വിളകൾ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇത് റൊട്ടേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ജൂൺ മാസത്തിൽ മൺസൂണിൻ്റെ ആരംഭത്തിലാണ് സൈദ് വിളകൾ വിളവെടുക്കുന്നത്.
ഇനി സൈദ് വിളകൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട സൈദ് വിളകൾ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ്. അപ്പോൾ അത് പഠിക്കാൻ എളുപ്പമുണ്ട് അല്ലേ? പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് സൈദ് വിളകളിൽ വരുന്നത്. ഖാരിഫ് വിളകൾ ഏതൊക്കെയായിരുന്നു? നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല തുടങ്ങിയവയും. റാബി വിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവയുമാണ്. അപ്പോൾ ഈ ഒരു ടേബിൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വച്ചേക്കാം. ഓക്കെ, ഇനി തിനവിളകൾ എന്ന് പറഞ്ഞല്ലേ നമ്മൾ. അപ്പോൾ ചെറുധാന്യങ്ങളെയാണ് തിനവിളകൾ എന്ന് വിളിക്കുന്നത്. ഭക്ഷ്യധാന്യങ്ങളിൽ ഉൾപ്പെടുന്ന ജോവർ, ബജ്ര, റാഗി എന്നിവ തിനവിളകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. ഓക്കെ, ജോവർ, ബജ്ര, റാഗി എന്നിവ തിനവിളകളാണ്. ചെറുധാന്യങ്ങളെയാണ് തിനവിളകൾ. ജോവറും ബജ്രയും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? രാജസ്ഥാനിൽ വരുന്ന പ്രധാനപ്പെട്ട വിളകളാണ് ജോവർ, ബജ്ര എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ചെറുധാന്യങ്ങളാണ് അല്ലേ? അപ്പോൾ ജോവർ, ബജ്രയും റാഗിയും ഒക്കെ തിനവിളകളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി കാർഷിക വിളകളെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിലെ കാർഷിക വിളകളെ ഭക്ഷ്യവിളകൾ, നാണ്യവിളകൾ എന്നിങ്ങനെ തരംതിരിക്കാം. ഓക്കെ, ഇന്ത്യയിലെ കാർഷിക വിളകളെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഭക്ഷ്യവിളകൾ, പിന്നെ ഒന്ന് നാണ്യവിളകൾ. അപ്പോൾ ഭക്ഷ്യവസ്തുക്കളായിട്ട് നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്ന വിളകളെയാണ് എന്തെന്ന് പറയുന്നത്? ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത്. നമ്മൾ ഭക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷ്യവസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നവയാണ് ഭക്ഷ്യവിളകൾ. എന്നാൽ വാണിജ്യ വ്യാവസായിക പ്രാധാന്യമുള്ള വിളകളാണ് എന്ത്? നാണ്യവിളകൾ. ഓക്കെ, നമ്മൾ ഭക്ഷിക്കാനായിട്ട് നേരിട്ട് ഉപയോഗിക്കുന്ന വിളകൾ ഭക്ഷ്യവിളകൾ എന്നും വാണിജ്യ വ്യാവസായിക പ്രാധാന്യമുള്ള വിളകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നാണ്യവിളകൾ എന്ന് വിളിക്കുക. അപ്പോൾ ഇന്ത്യയിലെ പ്രധാന ഭക്ഷ്യവിളകൾ, അവയുടെ വിതരണം, വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭൂമിശാസ്ത്ര ഘടകങ്ങൾ, ഇതൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനു മുന്നേ കൃഷി എന്ന സംസ്കാരം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃഷി എന്ന സംസ്കാരം നോക്കുക. അതിജീവനത്തിനായി മനുഷ്യൻ മണ്ണിനെ ബോധപൂർവം പ്രയോജനപ്പെടുത്തുന്ന ഒരു സംസ്കാരമാണ് കൃഷി എന്ന് പറയുന്നത്. കൃഷി എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ അവൻ്റെ അതിജീവനത്തിനായിട്ട് ബോധപൂർവം പ്രയോജനപ്പെടുത്തുന്ന ഒരു സംസ്കാരമാണ് കൃഷി. അതിപുരാതന കാലം മുതൽ തന്നെ കൃഷി മനുഷ്യൻ്റെ പ്രധാന ജീവിതോപാധിയായി കണ്ടെത്തിയിരുന്നു. അഗർ, കൾച്ചർ എന്നീ രണ്ട് ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന ഇംഗ്ലീഷ് പദം രൂപപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അഗർ, കൾച്ചർ എന്ന് പറയുന്ന രണ്ട് ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ അഗർ എന്ന് പറയുന്ന പദത്തിന് അർത്ഥം കര എന്നാണ്. അഗർ എന്നതിന് കര എന്നും കൾച്ചർ എന്നതിന് കൃഷി എന്നുമാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അഗറും കൾച്ചറും. ഓക്കെ, അഗർ എന്ന് പറയുന്നത് എന്താണ്? കര. കൾച്ചർ എന്ന് പറയുന്നത് കൃഷിയാണ്. അപ്പോൾ ലാറ്റിനിൽ അഗർ കൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷി എന്നാണ് അർത്ഥം. അപ്പോൾ ഈ അഗർ കൾച്ചർ എന്നുള്ളതിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് വന്നിട്ടുള്ളത്. കാർഷിക വിളകളുടെ ഉൽപാദനത്തോടൊപ്പം പുഷ്പ, ഫല കൃഷി, കന്നുകാലി വളർത്തൽ, വനവൽക്കരണം, മത്സ്യകൃഷി മുതലായ പ്രവർത്തനങ്ങളും കൃഷിയുടെ പരിധിയിൽ പെടുന്നുണ്ട്. അപ്പോൾ കൃഷി എന്ന് പറയുന്നത് കാർഷിക വിളകൾ മാത്രമല്ല, പുഷ്പം അല്ലെ, പൂക്കൾ, ഫലങ്ങൾ, അതുപോലെ കൃഷി, കന്നുകാലി വളർത്തൽ, വനവൽക്കരണം, മത്സ്യകൃഷി, ഇതെല്ലാം എന്താണ്? കൃഷിയുടെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ കൃഷി എന്ന് പറയുന്ന വാക്ക് അഗ്രികൾച്ചർ എങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലായി. ഇനി നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? പ്രധാനപ്പെട്ട ഭക്ഷ്യവിള അല്ലേ? കൃഷി എന്ന് കാർഷിക വിളകളെ ഭക്ഷ്യവിളകളെന്നും നാണ്യവിളകളെന്നും തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഭക്ഷ്യവിളകൾ, അവയുടെ വിതരണം, വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നെല്ലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം നെല്ല് എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ലേ. അപ്പോൾ ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയായ നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. നമ്മളിപ്പോൾ ടേബിൾ പഠിച്ചു അല്ലേ? ഖാരിഫ് വിളയാണ് എന്ത്? നെല്ല് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയാണ് നെല്ല്. നെല്ലെന്ന് പറയുന്നത് ഒരു ഖാരിഫ് വിളയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചു അല്ലേ? നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം ഏതാണ്? എക്കൽ മണ്ണാണ്. ഉയർന്ന താപനിലയും, അതായത് 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ഉയർന്ന താപനിലയും ധാരാളം മഴയും, അതായത് 150 സെൻറ്റിമീറ്ററിൽ കൂടുതലുള്ള മഴയും നെൽകൃഷിക്ക് ആവശ്യമാണ്. ഉയർന്ന താപനിലയും ആവശ്യമാണ്, ധാരാളമായിട്ടുള്ള മഴയും ആവശ്യമാണ്. മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സൗകര്യത്തോടെ നെൽകൃഷി ചെയ്തു വരുന്നു. മഴയില്ല എന്ന് കരുതി നെൽകൃഷി ചെയ്യാതിരിക്കില്ല. ജലസേചന സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ നെൽകൃഷി ചെയ്യുന്നവരുണ്ട്. നദീതടങ്ങളിലും തീരസമതലങ്ങളിലുമാണ് മുഖ്യമായും നെൽകൃഷി ചെയ്യുന്നത്. നദീതടങ്ങളിലും
തീരസമതലങ്ങളിലും, നമ്മൾ പഠിച്ചല്ലേ തീരസമതലം, അപ്പം നദീതടങ്ങളിലും തീരസമതലങ്ങളിലുമാണ് മുഖ്യമായും നെൽകൃഷി ചെയ്യുന്നത്. സിവാലിക് പർവ്വതനിര ചെരുവുകൾ, ഓക്കെ, സിവാലിക് പർവ്വത ചെരുവുകളിലും തട്ടുകളാക്കിയിട്ട് നെൽകൃഷി ചെയ്തു വരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയാണ് നെല്ല്. നെല്ലെന്ന് പറയുന്നത് ഒരു ഖാരിഫ് വിളയാണ്. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. ഉയർന്ന താപനിലയും ധാരാളമായി ലഭിക്കുന്ന മഴയും, അതായത് 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനിലയും 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയുമാണ് നെൽകൃഷിക്ക് ആവശ്യം. മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും എങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട്? ജലസേചന സൗകര്യത്തോടു കൂടി നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. നദീതടങ്ങളിലും തീരസമതലങ്ങളിലുമാണ് മുഖ്യമായും നെൽകൃഷി ചെയ്യുന്നത്. സിവാലിക് പർവ്വത ചെരുവുകളിലും തട്ടുകളാക്കി നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇന്ത്യ നെൽകൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾ എന്ന് പറഞ്ഞിട്ട് ദേ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രധാന ഉൽപാദന മേഖലയും കൊടുത്തിട്ടുണ്ട്, ചെറിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ പ്രധാന നെല്ലുൽപാദന മേഖലകളൊക്കെ പച്ച നിറത്തിലും ചെറുതായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ യെല്ലോ കളറുമായിട്ട് ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സംസ്ഥാനങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഇനി അടുത്തത് ഗോതമ്പാണ്. ഓക്കെ, ഗോതമ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയായ ഗോതമ്പ് ഒരു റാബി വിളയാണ്. ഓക്കെ, ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്താണ് ആര്? ഗോതമ്പ് നിൽക്കുന്നത്. ഭക്ഷ്യവിളയാണ്. ഗോതമ്പ് എന്താണ്? ഒരു റാബി വിളയാണ്. നെല്ല് എന്തായിരുന്നു? ഒരു ഖാരിഫ് വിളയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗോതമ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റാബി വിളയാണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം. ഗോതമ്പ് കൃഷിക്ക് ഉത്തമമായിട്ടുള്ള മണ്ണ് ഏതാണ്? നീർവാർച്ചയുള്ള എക്കൽ മണ്ണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം. മുഖ്യമായും മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഈ വിളയ്ക്ക് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 75 സെന്റിമീറ്റർ മഴയും ആവശ്യമാണ്. അപ്പോൾ മിതോഷ്ണ മേഖലയിലാണ് എന്ത് കൃഷി ചെയ്യുന്നത്? ഗോതമ്പ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഈ വിളയ്ക്ക് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 75 സെന്റിമീറ്റർ മഴയുമാണ് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, ഗോതമ്പ് കൃഷിയുടെ കാര്യമാണ് പറയുന്നത്. ഇനി ഇവിടെ ഇന്ത്യ ഗോതമ്പ് കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ എന്ന് പറഞ്ഞിട്ട് ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാന ഉൽപാദന മേഖലയാണ് ഈ ഓറഞ്ച് കളറിൽ കൊടുത്തിട്ടുള്ളത്. യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ളത് കുറച്ച് ഉൽപ്പാദിപ്പിക്കുന്നത്, ചെറിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന മേഖലകളാണ് കൊടുത്തിട്ടുള്ളത്. ശൈത്യകാല വിളയായതിനാൽ മുഖ്യമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് ഇന്ത്യയിലെ ഗോതമ്പ് കൃഷി. ഓക്കെ, ശൈത്യകാല വിളയായതിനാൽ മുഖ്യമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് ഇന്ത്യയിലെ ഗോതമ്പ് കൃഷി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഭൂപടത്തിൽ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കി മനസ്സിലാക്കാം കേട്ടോ. ഇനി അടുത്തത് ചോളമാണ്. ഓക്കെ, ചോളം. ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണ് ഉള്ളത്. ആദ്യത്തെ സ്ഥാനം നെല്ല്, 2ാം സ്ഥാനം ഗോതമ്പ്, 3ാമത്തെ സ്ഥാനം ആർക്കാണ്? ചോളത്തിനാണ്. ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണുള്ളത്. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ ചോളം കൃഷി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഉഷ്ണകാലത്തും ചെയ്യുന്നുണ്ട്, ശൈത്യകാലത്തും എന്ത് ചെയ്യുന്നുണ്ട്? ചോളം കൃഷി ചെയ്യുന്നുണ്ട്. ശരാശരി 75 സെന്റിമീറ്റർ വാർഷിക വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇത് കൃഷി ചെയ്യുന്നത്. അപ്പം നെല്ലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഉയർന്ന താപനിലയും വേണം, ഉയർന്ന മഴയും വേണം, ധാരാളമായി ലഭിക്കുന്ന മഴയും വേണം എന്ന് പറഞ്ഞല്ലേ. 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള താപനിലയും 150 സെന്റിമീറ്റർ മുകളിൽ മഴയും വേണമെന്ന് പറഞ്ഞു. ഇനി ഗോതമ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു 10 ഡിഗ്രി മുതൽ 26 ഡിഗ്രി സെൽഷ്യസിനുള്ളിലുള്ള താപനിലയും 75 സെന്റിമീറ്ററിന് മുകളിൽ മഴയും വേണമെന്ന് പറഞ്ഞു. ഇവിടെ ചോളത്തിന്റെ കേസ് എന്താണ് പറയുന്നത്? ശരാശരി 75 സെന്റിമീറ്റർ വാർഷിക വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് എന്ത് കൃഷി ചെയ്യുന്നത്? ചോളം കൃഷി ചെയ്യുന്നത്. നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ടമായ മണ്ണാണ് അനുയോജ്യം. അപ്പോൾ ഓരോന്നും പഠിക്കുമ്പോൾ നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളും കൂടെ ഒന്ന് നിങ്ങൾ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കാം. നെല്ലിന് ഏതായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മണ്ണ്? എക്കൽ മണ്ണായിരുന്നു. ഗോതമ്പിന് നീർവാർച്ചയുള്ള എക്കൽ മണ്ണായിരുന്നു. ചോളത്തിനോ നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണ് അനുയോജ്യം. മധ്യപ്രദേശ്, കർണാടകം, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് മുഖ്യമായും ചോളം കൃഷി ചെയ്യുന്നത്. ചോളം കൃഷി ചെയ്യുന്ന എവിടെയാണ്? മധ്യപ്രദേശ്, കർണാടകം, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് മുഖ്യമായും ചോളം കൃഷി ചെയ്യുന്നത്. നെല്ല്, ഗോതമ്പ്, ചോളം എന്നിവയെ കൂടാതെ ബാർലി, തിനവിളകൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയവയും ഇന്ത്യയിലെ ഭക്ഷ്യവിളകളിൽ ഉൾപ്പെടുന്നു. ഓക്കെ, നെല്ല്, ഗോതമ്പ്, ചോളം ഇതാണ് മൂന്ന് സ്ഥാനത്തായിട്ട് നിൽക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതുകൂടാതെ ബാർലി, തിനവിളകൾ, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയവയും ഇന്ത്യയിലെ ഭക്ഷ്യവിളകളിൽ ഉൾപ്പെടുന്നവയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഭക്ഷ്യവിളകൾ പറഞ്ഞു.
ഇനി ഇന്ത്യയിലെ പ്രധാന നാണ്യവിളകളെ വർഗീകരിച്ചിരിക്കുന്നത് നോക്കുക. അവിടെ നാണ്യവിളകൾ കൊടുത്തിട്ടുണ്ട്. നാണ്യവിളകളെ നാരുവിളകൾ, പാനീയ വിളകൾ, സുഗന്ധവിളകൾ, മറ്റു വിളകൾ എന്നിങ്ങനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, നാണ്യവിളകളെ പ്രധാനമായിട്ടും നാരുവിളകളെന്നും പാനീയ വിളകളെന്നും സുഗന്ധവിളകളെന്നും മറ്റു വിളകളെന്നും 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നാരുവിളകൾ എന്ന് പറയുന്നതിന് എക്സാമ്പിളാണ് പരുത്തി ചണം. ഓക്കെ, നാരുവിളകളിൽ വരുന്നതാണ് പരുത്തി ചണം. പാനീയ വിളകൾ, പാനീയം എന്ന് പറയുന്നത് നമ്മൾ കുടിക്കാനായിട്ട്, അതായത് തേയില, കാപ്പി തുടങ്ങിയവയാണ് പാനീയ വിളകൾ. നാരുവിളക എന്ന് പറയുമ്പോൾ നമ്മൾ വസ്ത്രമൊക്കെ ഉണ്ടാക്കാനായിട്ട് പരുത്തി നാരല്ലേ ഉപയോഗിക്കുന്നത്, പരുത്തി നാര്. അപ്പോൾ പരുത്തി, ചണം ഇതൊക്കെ നാരുവിളകൾ. പാനീയ വിളകൾ തേയില, കാപ്പി കുടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ സുഗന്ധവിളകൾ നമ്മൾ ഏലം, കുരുമുളക് അത് അറിയുന്നതാണ്. മറ്റു വിളകളിൽ വരുന്നതാണ് കരിമ്പ്, റബ്ബർ തുടങ്ങിയവയെല്ലാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കാം. ഇനി പരുത്തി കൃഷിയും പരുത്തി തുണി വ്യവസായവുമാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളും പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രങ്ങളുമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, താഴെ ഒരു ഭൂപടം തന്നിട്ടുണ്ട്, ഇവിടുത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പരുത്തി കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളും പരുത്തി വ്യവസായത്തിൻ്റെ ഭൂപടമാണ് താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നോക്കുക, ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് പരുത്തി കൃഷി ചെയ്യുന്നതെന്ന് കണ്ടെത്തൂ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാകാലവും 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും ചെറിയ തോതിൽ വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് ആവശ്യമാണ്. ഓക്കെ, മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാകാലവും 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും ചെറിയ തോതിൽ എന്തും വേണം, വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ് എന്നാണ് പറയുന്നത്. വസ്ത്രനിർമ്മാണ രംഗത്ത് ലോകവ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ പരുത്തിയെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നു. അപ്പോൾ പരുത്തിനെ എന്താണ് പറയുന്നത്, യൂണിവേഴ്സൽ ഫൈബർ. എപ്പോഴും ചോദിക്കുന്നതാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്, പരുത്തിയാണ്. ഓക്കെ, അപ്പോൾ ലോകവ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പരുത്തി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നത്. പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യക്ക് 4ാം സ്ഥാനമാണ് ഉള്ളത്. അപ്പോൾ പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്, 4ാം സ്ഥാനമാണ് പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യക്കുള്ളത്, 4ാം സ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തിത്തുണി വ്യവസായം. ഇതെല്ലാം ഓരോ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ലോകവ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ പരുത്തി എന്ത് വിളിക്കുന്നു, യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നു. പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്, പരുത്തിത്തുണി വ്യവസായം. ഇതൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തിത്തുണി വ്യവസായം. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തിത്തുണി മിൽ സ്ഥാപിതമായത് 1818 കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ്. ഓക്കെ, 1818 കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തിത്തുണി മിൽ സ്ഥാപിതമായത്. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തിത്തുണി മിൽ സ്ഥാപിതമായത് ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ്, 1818. എന്നാൽ വൻതോതിൽ ഉൽപാദനം ആരംഭിക്കുന്നത് 1854 മുംബൈയിലാണ്. ഓക്കെ, വൻതോതിലുള്ള ഉൽപാദനം ആരംഭിക്കുന്നത് എവിടെയാണ്, 1854 മുംബൈയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തിത്തുണി ഉൽപാദന കേന്ദ്രം മുംബൈ ആയതിനാൽ ഈ നഗരത്തെ കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരുത്തിത്തുണി ഉൽപാദന കേന്ദ്രം എവിടെയാണ്, മുംബൈയിലാണ്. മുംബൈയെ വിശേഷിപ്പിക്കുന്നത് എന്താണ്, കോട്ടണോപോളിസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കോട്ടണോപോളിസ് എന്നാണ് മുംബൈനെ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തിത്തുണി വ്യവസായം. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തിത്തുണി മിൽ സ്ഥാപിതമായത് 1818 കൊൽക്കത്തയ്ക്ക് അടുത്തുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ്. എന്നാൽ എന്താണ്, വൻതോതിൽ ഉൽപാദനം ആരംഭിക്കുന്നത് 1854 മുംബൈയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തിത്തുണി ഉൽപാദന കേന്ദ്രം എന്ന് പറയുന്നത് മുംബൈയാണ്. അതുകൊണ്ട് തന്നെ മുംബൈ എന്ത് വിളിക്കുന്നു, കോട്ടണോപോളിസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മുംബൈ പ്രധാന പരുത്തിത്തുണി വ്യവസായ കേന്ദ്രമായി മാറാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്ത പോയിന്റ്സ് കൊടുത്തിട്ടുള്ളത്. മുംബൈ പ്രധാന പരുത്തിത്തുണി വ്യവസായ കേന്ദ്രമാണെന്ന് പറഞ്ഞു. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സമീപ പ്രദേശങ്ങളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളുടെ സുഗമമായ ലഭ്യത. ഓക്കെ, സമീപ പ്രദേശങ്ങളിൽ നിന്നും അസംസ്കൃത വസ്തുക്കളുടെ സുഗമമായ ലഭ്യത, കുറഞ്ഞ നിരക്കിൽ ഊർജം ലഭിക്കുന്നു. ഓക്കെ, കുറഞ്ഞ നിരക്കിലുള്ള ഊർജ ലഭ്യത,
മുംബൈ തുറമുഖം കേന്ദ്രീകരിച്ചുള്ള കയറ്റിറക്കുമതി സാധ്യതകൾ, മുംബൈ തുറമുഖം കേന്ദ്രീകരിച്ചുള്ള കയറ്റിറക്കുമതി സാധ്യതകൾ തുടങ്ങിയവയെല്ലാമാണ് മുംബൈനെ പ്രധാന പരുത്തിത്തുണി വ്യവസായ കേന്ദ്രമാക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശുദ്ധജല ലഭ്യത, മനുഷ്യ വിഭവ ലഭ്യത, ഓക്കെ, ഇതെല്ലാം ഉണ്ട്. ശുദ്ധജല ലഭ്യത, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, മനുഷ്യ വിഭവ ലഭ്യത, കയറ്റുമതിക്കും ഇറക്കുമതിക്കും മുംബൈ തുറമുഖത്തിന്റെ സഹായം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടാണ് മുംബൈ പ്രധാന പരുത്തിത്തുണി വ്യവസായ കേന്ദ്രമായിട്ട് നിലനിൽക്കുന്നത്. മുംബൈ കഴിഞ്ഞാൽ ഗുജറാത്തിലെ അഹമ്മദാബാദാണ് പ്രധാന പരുത്തിത്തുണി വ്യവസായ കേന്ദ്രം. ഓക്കെ, അപ്പോൾ മുംബൈ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ആർക്കാണ്? ഗുജറാത്തിലെ അഹമ്മദാബാദാണ് പ്രധാന പരുത്തിത്തുണി വ്യവസായ കേന്ദ്രം. അപ്പോൾ പരുത്തിത്തുണി വ്യവസായ കേന്ദ്രത്തിൽ മുന്നിൽ നിൽക്കുന്നത് എവിടെയാണ്? ഒന്ന് മുംബൈ ആണ്, അത് രണ്ടാമത്തെ സ്ഥാനം ആർക്കാണ്? ഗുജറാത്തിലെ അഹമ്മദാബാദാണ്. ഓക്കെ, ഇനി മറ്റ് പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങളാണ് ഇവിടെ ഭൂപടത്തിൽ കൊടുത്തിട്ടുള്ളത്. അതൊന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കി മനസ്സിലാക്കുക കേട്ടോ. ഓരോ സംസ്ഥാനങ്ങളും എന്ത് ഇവിടെ പേരൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പച്ച കളറിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് പരുത്തി ഉൽപാദന മേഖല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഓരോ സംസ്ഥാനങ്ങളും അടയാളപ്പെടുത്തിയിട്ടുണ്ട്, നോക്കുക കേട്ടോ. ഇനി അടുത്തത് ചണം കൃഷിയും ചണ വ്യവസായവുമാണ്. പരുത്തി കൃഷിയും പരുത്തി വ്യവസായവും പറഞ്ഞു, ചണം കൃഷിയും ചണ വ്യവസായവുമാണ്. ഇന്ത്യയിലെ മറ്റൊരു നാരുവിളയാണ് ചണം, അല്ലേ? നമ്മളിപ്പോൾ പഠിച്ച പരുത്തി എന്താണ്? നാരുവിള തന്നെയാണ്, അല്ലേ? അപ്പോൾ ഇന്ത്യയിലെ മറ്റൊരു നാരുവിളയാണ് ചണം. ചൂടും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളിലാണ് ചണം വളരുന്നത്. ചണം വളരാൻ എന്ത് വേണം? ചൂടും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളിലാണ് ചണം വളരുന്നത്. ഉയർന്ന താപനിലയും 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും ചണം കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്. ഉയർന്ന താപനിലയും 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും, അല്ലെ? നെല്ലിന്റെ കാര്യത്തിൽ നമ്മൾ ഇതല്ലേ പറഞ്ഞത്? ഉയർന്ന താപനിലയും 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും ചണം കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഇതിന് വേണ്ടത്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണ്, ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഇതിനു വേണ്ടത്. പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് പ്രധാന ചണ ഉൽപാദന മേഖല. അപ്പോൾ പ്രധാന ചണ ഉൽപാദന മേഖല എവിടെയാണ്? പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ്. ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് പ്രധാന ചണ ഉൽപാദന മേഖല. പശ്ചിമ ബംഗാൾ, അസം, ഒഡീഷയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മാത്രമാണ് പ്രധാനമായും ചണം കൃഷി ചെയ്യുന്നത്. അപ്പോൾ ചണം കൃഷി ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംസ്ഥാനങ്ങൾ എവിടെ മാത്രമാണ്? പശ്ചിമ ബംഗാൾ, അസം, ഒഡീഷയുടെ ചില ഭാഗങ്ങളിൽ മാത്രമാണ്. ഓക്കെ, പശ്ചിമ ബംഗാൾ, അസം, ഒഡീഷയുടെ ചില ഭാഗങ്ങളിൽ എന്നിവിടങ്ങളിൽ മാത്രമാണ് ചണം പ്രധാനമായും കൃഷി ചെയ്യുന്നത്. താരതമ്യേന വില കുറഞ്ഞ നാരുവിളയായതിനാൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചണനാരിനും ഉൽപ്പന്നങ്ങൾക്കും അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. ഓക്കെ, വില കുറവിൽ കിട്ടുന്ന നാരുവിളയായതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചണനാരിനും ഉൽപ്പന്നങ്ങൾക്കും എന്തുണ്ട്? അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. ചണം ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് ലോകത്ത് 2ാം സ്ഥാനമാണുള്ളത്. ഓക്കെ, ചണം ഉൽപ്പാദനത്തിൽ എത്രാം സ്ഥാനമാണ്? ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ്. പരുത്തിക്കോ 4ാം സ്ഥാനമാണെന്ന് പഠിച്ചു. ചണം ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് ലോകത്ത് 2ാം സ്ഥാനമാണ് ഉള്ളത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പം നമ്മുടെ നാരുവിളകളായിട്ടുള്ള പരുത്തി, ചണം പഠിച്ചു കഴിഞ്ഞു. അടുത്തത് തേയില, അല്ലേ? നമ്മൾ പാനീയ വിളകളിൽ വരുന്നതാണ് തേയില. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. അസം, പശ്ചിമ ബംഗാൾ, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ തേയിലത്തോട്ടങ്ങൾ ഉള്ളത്. അപ്പോൾ ഇന്ത്യയിൽ തേയിലത്തോട്ടങ്ങളുള്ളത് എവിടെയാണ്? അസം, പശ്ചിമ ബംഗാൾ, കേരളം, തമിഴ്നാട് തുടങ്ങിയ ഇവിടങ്ങളിലാണ്. ഓക്കെ, 200 മുതൽ 250 സെന്റിമീറ്റർ വരെ വാർഷിക വർഷപാതവും 25 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുമുള്ള കുന്നിൻ ചെരുവുകളാണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ഓക്കെ, അപ്പോൾ 200 മുതൽ 250 സെന്റിമീറ്റർ വരെ നല്ല രീതിയിൽ തന്നെ മഴ വേണം. 200 മുതൽ 250 സെന്റിമീറ്റർ വരെ വാർഷിക വർഷപാതവും 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ. അപ്പോൾ നല്ല ഉയർന്ന താപനിലയും എന്തിനാവശ്യമാണ്? തേയില കൃഷിക്ക് ആവശ്യമാണ്. അത് എടുത്തു പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്താണ് കറക്റ്റായിട്ടുള്ള മഴയുടെ അളവൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. 200 മുതൽ 250 സെന്റിമീറ്റർ വരെയുള്ള വാർഷിക വർഷപാതവും 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയുമാണ് ആവശ്യം. ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് ഈ തോട്ടവിളയ്ക്ക് ആവശ്യം. ഓക്കെ, ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് തേയില കൃഷിക്ക് അനുയോജ്യം. ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് തേയില കൃഷിക്ക് ആവശ്യം.
തേയിലത്തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന തേയില സമീപത്തു തന്നെയുള്ള ഫാക്ടറികളിൽ സംസ്കരിച്ച് വിപണനം ചെയ്യുന്നു. ഓക്കെ, തേയിലത്തോട്ടങ്ങളിൽ നിന്നും തേയില എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? അടുത്തുള്ള ഫാക്ടറികളിൽ തന്നെ സംസ്കരിച്ച് വിപണനം ചെയ്യുന്നു. ഇന്ത്യയുടെ ഒരു പ്രധാന കയറ്റുമതി ഇനമാണ് തേയില. ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് എന്ത്? തേയില എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഒരു പാനീയ വിളയാണ് എന്ത്? കാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, തേയില പോലെ കാപ്പി. അപ്പോൾ ഒരു ഉഷ്ണമേഖലാ തോട്ടവിളയായ കാപ്പിയുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യ 6ാം സ്ഥാനത്താണ്. അപ്പോൾ ഒരു ഉഷ്ണമേഖലാ തോട്ടവിളയാണ് എന്ത്? കാപ്പി. ഒരു ഉഷ്ണമേഖലാ തോട്ടവിളയായ കാപ്പിയുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 6ാം സ്ഥാനമാണ്. ഓക്കെ, 6ാം സ്ഥാനമാണ്. കർണാടകം, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി പശ്ചിമഘട്ട മലനിരകളിലാണ് ഇന്ത്യയിലെ കാപ്പിത്തോട്ടങ്ങൾ. അപ്പോൾ ഇന്ത്യക്ക് 6ാം സ്ഥാനമാണ് കാപ്പിയുടെ ഉൽപ്പാദനത്തിൽ. തേയിലയുടെ ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്താണ് ആര് നിൽക്കുന്നത്? ഇന്ത്യ നിൽക്കുന്നത്. പരുത്തിയുടെ ഉൽപ്പാദനത്തിൽ 4ാം സ്ഥാനത്തായിരുന്നു, ചണത്തിൻ്റെ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തായിരുന്നു, അല്ലെ? തേയിലയുടെ ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്തായിരുന്നു. കാപ്പിയുടെ ഉൽപ്പാദനത്തിൽ 6ാം സ്ഥാനത്താണ് ആര് നിൽക്കുന്നത്? നമ്മുടെ ഇന്ത്യ നിൽക്കുന്നത്. കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് പശ്ചിമഘട്ട മലനിരകളിലാണ് ഇന്ത്യയിലെ കാപ്പിത്തോട്ടങ്ങൾ. അപ്പോൾ കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് പശ്ചിമഘട്ട മലനിരകളിലാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത്. മിതമായ താപനിലയും ഉയർന്ന വർഷപാതവുമാണ് കാപ്പി കൃഷിക്ക് വേണ്ടത്. ഓക്കെ, മിതമായ താപനിലയും ഉയർന്ന വർഷപാതവുമാണ് കാപ്പി കൃഷിക്ക് വേണ്ടത്. ഓക്കെ, അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം കാപ്പിക്കുരുക്കളാണ് ഇന്ത്യ മുഖ്യമായും ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള ഒരു കാപ്പി ഇനം ഏതാണ്? അറബിക്കയാണ്. ഈ അറബിക്കയാണ് ഇന്ത്യ മുഖ്യമായും ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പിക്കുരു എന്ന് പറയുന്നത്. ഓക്കെ, ആകെ ഉൽപാദനത്തിൽ 2/3 കർണാടകത്തിൽ നിന്നാണ്. ഓക്കെ, ആകെ ഉൽപാദനത്തിന്റെ 2/3 എവിടെ നിന്നാണ്? കർണാടകത്തിൽ നിന്നാണ്. കാപ്പിക്കുരു വിളവെടുത്ത ശേഷം ഫാക്ടറികളിൽ സംസ്കരിച്ച് വിപണനം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് തേയില, കാപ്പി എന്ന് പറയുന്ന പാനീയ വിളകൾ. ഇനി അടുത്തത് സുഗന്ധവിളകളാണ് പറയുന്നത്. ഓക്കെ, സുഗന്ധവിളകൾ. അപ്പോൾ ഏലം, കുരുമുളക്, ജാതി, ഗ്രാമ്പു, ഇഞ്ചി തുടങ്ങിയ സുഗന്ധവിളകൾക്ക് പ്രാചീനകാലം മുതൽക്കേ പുകൾപ്പെട്ട രാജ്യമാണ് എന്ത്? ഇന്ത്യ. ഓക്കെ, ഏലം, കുരുമുളക്, ജാതി, ഗ്രാമ്പു, ഇഞ്ചി തുടങ്ങിയ സുഗന്ധവിളകൾക്ക് പ്രാചീനകാലം മുതൽക്കേ പുകൾപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. പശ്ചിമഘട്ട മലനിരകളാണ് സുഗന്ധവിള തോട്ടങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഓക്കെ, പശ്ചിമഘട്ട മലനിരകളിലാണ് സുഗന്ധവിള തോട്ടങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിട്ടുള്ളത്. നീർവാർച്ചയുള്ള വനമണ്ണ്, മണൽ മണ്ണ് എന്നിവയും ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥയുമാണ് ഇവിടുത്തെ അനുകൂല ഘടകങ്ങൾ. ഓക്കെ, അപ്പോൾ സുഗന്ധവിളകൾക്ക് ആവശ്യമായിട്ടുള്ള മണ്ണെന്ന് പറയുന്നത് നീർവാർച്ചയുള്ള വനമണ്ണ്, മണൽ മണ്ണ് എന്നിവയും, നീർവാർച്ചയുള്ള വനമണ്ണ്, മണൽ മണ്ണ് എന്നിവയും ധാരാളം ലഭിക്കുന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥയും, ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥയുമാണ് ഇവിടുത്തെ അനുകൂല ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് കരിമ്പു കൃഷിയും പഞ്ചസാര വ്യവസായവും. മറ്റു വിളകൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ് കരിമ്പ്, അല്ലേ? അപ്പോൾ കരിമ്പു കൃഷിയും പഞ്ചസാര വ്യവസായവുമാണ്. ഉഷ്ണമേഖലാ വിളയായ കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. ഉഷ്ണമേഖലാ വിളയാണ് എന്ത്? കരിമ്പ്. ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പു കൃഷിക്ക് അനുയോജ്യമാണ്. ഇതൊക്കെയാണ് കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങളാണ് കരിമ്പു കൃഷിക്ക് അനുയോജ്യം. കരിമ്പുൽപാദനത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ് ഉള്ളത്. കരിമ്പുൽപാദനത്തിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? 2ാം സ്ഥാനമാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഭൂപടം തന്നിട്ടുണ്ട്. കരിമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾക്കൊപ്പം പഞ്ചസാര വ്യവസായ കേന്ദ്രങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് അതിൻ്റെ നീരെടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ കരിമ്പിലെ സൂക്രോസിൻ്റെ അളവ് കുറയും. അപ്പോൾ കരിമ്പ് വിളവെടുത്താൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് അതിൻ്റെ നീരെടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കരിമ്പിലെ സൂക്രോസിൻ്റെ അളവ് കുറയും. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് കേട്ടോ. കരിമ്പിലെ സൂക്രോസിൻ്റെ അളവ് കുറയും. ഇനി ഇവിടെ കരിമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളും പഞ്ചസാര വ്യവസായം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കരിമ്പ് ഉൽപാദന മേഖലകളാണ് ഈ റെഡ് കളറിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നോക്കൂ, ശ്രീകാകുളം, വിശാഖപട്ടണം, വിജയവാഡ, അഹമ്മദനഗർ, സത്താര, ഷോലാപൂർ, ഓക്കെ, ബെൽഗാം, ഷിമോഗ, ചിറ്റൂർ, കോയമ്പത്തൂർ, പോണ്ടിച്ചേരി, തിരുച്ചിറപ്പള്ളി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചസാര വ്യവസായ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, യെല്ലോ കളറിൽ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കുക കേട്ടോ.
മാപ്പുകളൊക്കെ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കുക. ഇനി ഉത്തർപ്രദേശാണ് കരിമ്പിൻ്റെയും പഞ്ചസാരയുടെയും ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത്. കരിമ്പിൻ്റെയും പഞ്ചസാരയുടെയും ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശാണ്. പഞ്ചസാരയും ശർക്കരയും കരിമ്പിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് നമുക്ക് അറിയുന്നതാണ് അല്ലേ? പഞ്ചസാരയും ശർക്കരയും ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ നിന്നാണ്? കരിമ്പിൽ നിന്നാണ്. കരിമ്പിൻ്റെയും പഞ്ചസാരയുടെയും ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഓക്കെ, അപ്പോൾ മറ്റു വിളകളിൽ കരിമ്പ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ആരാണ്? റബ്ബറാണ്. റബ്ബർ 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയും 150 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴയുമാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം. ഓക്കെ, 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയും 150 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴയും അല്ലേ? എന്താണ് നമ്മൾ നെല്ലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും. മറ്റു കൃഷികൾക്ക് പൊതുവെ അനുകൂലമല്ലാത്ത ലാറ്ററൈറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. നമ്മൾ ഇത്രയും നേരം പഠിച്ചതിനൊക്കെ കറുത്ത മണ്ണ്, എക്കൽ മണ്ണ്, നിർവാർച്ചയുള്ള എക്കൽ മണ്ണ്, ഫലഭൂയിഷ്ടിയുള്ള മണ്ണ് അല്ലേ, അങ്ങനെയാണ് പറഞ്ഞത്. വനമണ്ണ്, മണൽ മണ്ണൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ മറ്റു കൃഷികൾക്കൊന്നും തന്നെ അനുയോജ്യമല്ലാത്ത ലാറ്ററൈറ്റ് മണ്ണാണ്. അതുകൊണ്ട് തന്നെ ഓർത്ത് വയ്ക്കുക, റബ്ബറിന് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ് അനുയോജ്യം. ഓക്കെ, കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. കേരളത്തിൻ്റെ ഒരു പ്രധാന വരുമാന സ്രോതസ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? റബ്ബറാണ്. ഓക്കെ, കേരളത്തിൻ്റെ ഒരു പ്രധാന വരുമാന സ്രോതസ്സാണ് റബ്ബർ. തമിഴ്നാട്ടിൻ്റെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ചെറിയ തോതിൽ റബ്ബർ കൃഷി ചെയ്തു വരുന്നുണ്ട്. തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും എന്ത് ചെയ്തു വരുന്നുണ്ട്? റബ്ബർ കൃഷി ചെയ്തു വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കുക, കടൽ കടന്നെത്തിയ റബ്ബർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബ്രസീലാണ് റബ്ബറിൻ്റെ ജന്മദേശം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റബ്ബറിൻ്റെ ജന്മദേശം എവിടെയാണ്? ബ്രസീലാണ്. 1875 ബ്രിട്ടീഷുകാരനായ സർ വില്യംസ് ഹെൻറിയാണ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത്. ആരാണ്? 1875 ബ്രിട്ടീഷുകാരനായ സർ വില്യംസ് ഹെൻറിയാണ് റബ്ബർ വിത്തുകൾ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. മധ്യ തിരുവിതാംകൂറിലെ കുന്നിൻ ചെരുവുകളിൽ ആരംഭിച്ച റബ്ബർ കൃഷി മലബാറിലേക്കുണ്ടായ കുടിയേറ്റത്തിലൂടെ വടക്കൻ ജില്ലകളിലേക്ക് വ്യാപിച്ചു. അപ്പോൾ ബ്രസീലാണ് റബ്ബറിൻ്റെ ജന്മദേശം എന്നുള്ളത് ഓർക്കുക. 1875 ബ്രിട്ടീഷുകാരനായിട്ടുള്ള സർ വില്യം ഹെൻറിയാണ് ഇന്ത്യയിലേക്ക് റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും. മിനറൽസ് ആൻഡ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും. വൈവിധ്യമാർന്ന ധാതു വിഭവങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ധാതു വിഭവങ്ങളിൽ ഏറിയ പങ്കും ഉപദ്വീപീയ പീഠഭൂമിയിലെ ആഗ്നേയ കായാന്തരിത ശിലകളുമായി ബന്ധപ്പെട്ട് കാണുന്നു. നമ്മൾ ഉപദ്വീപീയ പീഠഭൂമി കുറേ പ്രാവശ്യം പഠിച്ചു. ആ പഠിച്ച ഭാഗത്തൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഒത്തിരി ധാതു വിഭവങ്ങൾ എവിടെ കാണപ്പെടുന്നുണ്ട്? ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ ആഗ്നേയ കായാന്തരിത ശിലകളുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്ന ധാതു വിഭവങ്ങളാണ് ഇന്ത്യയിൽ ഏറിയ പങ്കും ഉള്ളത്. ഓക്കെ, കാർഷിക വിളകൾ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾക്കെന്ന പോലെ ധാതു വിഭവങ്ങൾ വിവിധ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നു. ഇന്ത്യയുടെ വ്യാവസായിക അടിത്തറയ്ക്ക് നിദാനമാകുന്നത് ഇവിടുത്തെ ധാതു വിഭവങ്ങളാണ്. ഓക്കെ, വ്യാവസായിക അടിസ്ഥാനത്തിന് അടിത്തറയാവുന്നത് എന്താണ്? ധാതു വിഭവങ്ങൾ തന്നെയാണ്. ഇന്ത്യയിലെ പ്രധാന ധാതുക്കളെ വർഗീകരിച്ചിരിക്കുന്നത് നോക്കൂ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ധാതുക്കളെ രണ്ടായിട്ട് ആദ്യം തിരിച്ചിട്ടുണ്ട്. ലോഹധാതുക്കൾ എന്നും അലോഹധാതുക്കൾ എന്നും തിരിച്ചിട്ടുണ്ട്. അതിൽ ലോഹധാതുക്കളെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെ അംശമുള്ളവ, ഇരുമ്പിൻ്റെ അംശമില്ലാത്തവ എന്ന് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അലോഹധാതുക്കളെ ധാതു ഇന്ധനങ്ങളെന്നും മറ്റു ധാതുക്കളെന്നും തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ലോഹധാതുക്കളിൽ ഇരുമ്പിൻ്റെ അംശമുള്ളവയ്ക്ക് എക്സാമ്പിളായിട്ട് ഇരുമ്പയിരും മാംഗനീസ് കൊടുത്തിട്ടുണ്ട്. ഇരുമ്പിൻ്റെ അംശമില്ലാത്തവയ്ക്ക് എക്സാമ്പിളായിട്ട് സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. ധാതു ഇന്ധനങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കൽക്കരി, പെട്രോളിയം, മറ്റു ധാതുക്കളിൽ വരുന്നതാണ് അഭ്രം. ഇങ്ങനൊരു ഇതായിട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തരം തിരിച്ച് ഡിവിഷൻ ചെയ്തിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് നിങ്ങൾ നോക്കി വയ്ക്കുക കേട്ടോ. ലോഹങ്ങളുടെ സ്രോതസ്സുകളാണ് എന്ത്? ലോഹധാതുക്കൾ. ലോഹങ്ങളുടെ സ്രോതസ്സുകൾ എന്താണ്? ലോഹധാതുക്കളാണ്. ലോഹധാതുക്കളെ ഇരുമ്പിൻ്റെ അംശമുള്ളവയെന്നും അല്ലാത്തവയെന്നും തരംതിരിക്കാം. നമ്മളിപ്പോൾ പഠിച്ചു. ഇന്ത്യയിലെ ചില പ്രധാന ധാതുക്കളെക്കുറിച്ചും അനുബന്ധ വ്യവസായങ്ങളെക്കുറിച്ചുമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഇരുമ്പയിരു നിക്ഷേപങ്ങളും ഇരുമ്പുരുക്കു വ്യവസായവും. ഓക്കെ,
അപ്പോൾ ഇരുമ്പയിരിൽ നിന്നാണ് ഇരുമ്പ് എന്ന ലോഹം വേർതിരിച്ചെടുക്കുന്നത് അല്ലെ, ഇരുമ്പയിരിൽ നിന്നാണ് ഇരുമ്പ് എന്ന് പറയുന്ന ലോഹം വേർതിരിച്ചെടുക്കുന്നത്. മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ് എന്നീ 4 തരം ഇരുമ്പയിരു നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ കാണപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഇരുമ്പയിരു നിക്ഷേപങ്ങൾ ഏതൊക്കെയാണ്? മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ 4 തരത്തിലുള്ള ഇരുമ്പയിരു നിക്ഷേപങ്ങളാണ് ഇന്ത്യയിൽ പ്രധാനമായും കാണപ്പെടുന്നത്. ലോകത്തെ മൊത്തം ഇരുമ്പയിരു നിക്ഷേപത്തിൻ്റെ 20% എവിടെയാണ്? ഇന്ത്യയിലാണ്. ലോകത്തെ മൊത്തം ഇരുമ്പയിരു നിക്ഷേപത്തിൻ്റെ 20% കാണപ്പെടുന്നത് ഇന്ത്യയിലാണ്. ഇരുമ്പയിര് കയറ്റുമതിയിൽ ഇന്ത്യ 4ാം സ്ഥാനത്താണ്. ഓക്കെ, ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4ാം സ്ഥാനമാണ്. ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരിൻ്റെ 50 മുതൽ 60% വരെ ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ മൊത്തം, അതായത് കയറ്റുമതി ചെയ്യുന്നതിൻ്റെ 20% ഇന്ത്യയിലാണ് എന്ന് പറഞ്ഞു അല്ലേ. കയറ്റുമതി ചെയ്യുന്നതിൽ ഇന്ത്യ 4ാം സ്ഥാനത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരിൻ്റെ 50 മുതൽ 60% വരെ എവിടെയാണ്? ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. ഇരുമ്പയിരിൻ്റെ ആഭ്യന്തര ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ ഏതെല്ലാമാണ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇരുമ്പയിര് ഖനന മേഖലകളുടെ ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. സംസ്ഥാനം ഒഡീഷയിലുള്ളത് ഏതൊക്കെയാണ്? സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഝാർ. ഓക്കെ, ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന ഇരുമ്പയിര് ഖനന മേഖലകളാണ് സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഝാർ എന്നിവ. ഓക്കെ, ഇനി ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ഏതാണ്? സിക്ബം, ദുർഗ് തുടങ്ങിയവയാണ്. ഓക്കെ, സിക്ബം, ദുർഗ്. ദെൻ കർണാടകയിൽ വരുന്നതാണ് ബെല്ലാരി, ചിക്മഗളൂർ, ഷിമോഗ, ചിത്രദുർഗ്. ഓക്കെ, കർണാടകയിൽ വരുന്നതാണ് ബെല്ലാരി, ചിക്മഗളൂർ, ഷിമോഗ, ചിത്രദുർഗ്. ദെൻ ഗോവയിൽ വരുന്നതാണ് മർമഗോവ. തമിഴ്നാട്ടിൽ സേലം, നീലഗിരി. ഗോവയും തമിഴ്നാടും അത്ര മാറിപ്പോവില്ല, ബാക്കിയുള്ളതൊക്കെ എന്തായാലും പഠിച്ചു വെക്കുക. ഒഡീഷയിൽ ഏതൊക്കെയാണ്? സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഝാർ. ജാർഖണ്ഡിലെ സിക്ബം, ദുർഗ്. കർണാടകയിലെ ബെല്ലാരി, ചിക്മഗളൂർ, ഷിമോഗ, ചിത്രദുർഗ്. ഗോവയിൽ മർമഗോവ. തമിഴ്നാട്ടിൽ സേലം, നീലഗിരി. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ഇരുമ്പയിര് മേഖലകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഏതൊക്കെയാണ്? ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ് എന്നിവയാണ്. ഓക്കെ, ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഏതൊക്കെയാണ്? ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ് എന്നിവയാണ്. ഓക്കെ, ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ പ്രധാന അസംസ്കൃത വസ്തു ഏതാണ്? കൽക്കരിയാണ്. ഇന്ത്യയിലെ ഇരുമ്പയിര് നിക്ഷേപങ്ങൾ കൽക്കരിപ്പാടങ്ങൾക്ക് സമീപത്തായിട്ട് കാണപ്പെടുന്നു. ഇരുമ്പയിര് നിക്ഷേപങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? കൽക്കരിപ്പാടങ്ങൾക്ക് സമീപത്തായി കാണപ്പെടുന്നു എന്നത് ഏറെ വ്യാവസായിക പ്രാധാന്യം അർഹിക്കുന്നു. മേൽപ്പറഞ്ഞ അസംസ്കൃത വസ്തുക്കളെ കൂടാതെ ജലലഭ്യത, ഗതാഗത സൗകര്യങ്ങൾ, കയറ്റുമതി സൗകര്യങ്ങൾ, തൊഴിലാളികളുടെ ലഭ്യത തുടങ്ങിയവയും ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ സ്ഥാനനിർണയത്തിന് പരിഗണിക്കുന്നു. അപ്പോൾ എന്താണ്? ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ സ്ഥാനനിർണയത്തിൽ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, അതുപോലെ തന്നെ കൽക്കരി പാടങ്ങൾക്ക് സമീപത്തായിട്ടാണ് ഇരുമ്പയിര് നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത് എന്നുള്ളത് മാത്രമല്ല, പിന്നെന്തൊക്കെയാണ് സ്ഥാനം നിർണ്ണയിക്കുന്നതിനുള്ള ഘടകങ്ങൾ? ജലലഭ്യത, ഗതാഗത സൗകര്യങ്ങൾ, കയറ്റുമതി സൗകര്യങ്ങൾ, തൊഴിലാളികളുടെ ലഭ്യത, ഇതെല്ലാം നോക്കിയിട്ടാണ്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായശാലകളും അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും അതിൻ്റെ സവിശേഷതയായിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, നമ്മൾ ഈ പറയുന്ന ഓരോ സെക്ഷനിൽ നിന്നും ഓരോ ചോദ്യങ്ങൾ വരാവുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ടിസ്കോ ആണ്. അപ്പോൾ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി അല്ലെങ്കിൽ ടിസ്കോ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ ജാർഖണ്ഡാണ്. എക്സാക്ട് പ്ലേസ് എവിടെയാണ്? ജംഷഡ്പൂർ ആണ്. ഓക്കെ, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജാർഖണ്ഡിലാണ്, ജംഷഡ്പൂരിലാണ്.
ഓക്കെ, സവിശേഷത എന്താണ്? ഏറ്റവും വലിയ സ്വകാര്യ മേഖലാ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി അല്ലെങ്കിൽ ടിസ്കോ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും വലിയ സ്വകാര്യ മേഖലാ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടിസ്കോ എന്ന് പറയുന്നത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡിലാണ്, ജംഷഡ്പൂരിലാണ്. ഓക്കെ, ക്ലിയർ. ഇനി ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഓക്കെ, പശ്ചിമ ബംഗാളാണ് സംസ്ഥാനം. ഇനി സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ കുൾട്ടി, ബറൺപൂർ, ഹിരാപൂർ. ഓക്കെ, കുൾട്ടി, ബറൺപൂർ, ഹിരാപൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. സവിശേഷത എന്താ? പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഏറ്റവും വലിയ സ്വകാര്യ മേഖലാ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടിസ്കോ അല്ലെങ്കിൽ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി. ജാർഖണ്ഡിൽ ജംഷഡ്പൂരിൽ സ്ഥിതി ചെയ്യുന്നു. പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. കുൾട്ടി, ബറൺപൂർ, ഹിരാപൂർ പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ഓക്കെ, VISL, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിലാണ്, ഭദ്രാവതി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, കർണാടകയിൽ ഭദ്രാവതിയിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ നോക്കുക. ഇനി അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായ് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്, ദുർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, ഛത്തീസ്ഗഡിലാണ് ഭിലായ്. ഭിച്ചറ എന്ന് പറഞ്ഞാൽ നമ്മൾ കോഡൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഭിച്ചറ എന്ന് പറയുമ്പോൾ ഭിലായ് ഛത്തീസ്ഗഡ്, എന്ന് പറയുമ്പോൾ റഷ്യയുടെ സഹായത്തോടു കൂടി അല്ലേ? അപ്പോൾ അത് നമ്മൾ കോഡ് വെച്ചിട്ട് ഇരുമ്പുരുക്ക് വ്യവസായശാലകളും സ്ഥിതി ചെയ്യുന്ന സ്ഥലവും സഹായിച്ച രാജ്യവും കോഡ് വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം, സഹായിച്ച രാജ്യവും ഇരുമ്പുരുക്ക് വ്യവസായശാലയും കറക്റ്റ് ആ ഓർഡറിൽ പഠിച്ചു വയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്കുക. ഭിലായ് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. റഷ്യയുടെ സഹായത്തോടു കൂടിയിട്ട് 1959 സ്ഥാപിച്ചതാണ് ഏത്? ഭിലായ്, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായ്. അടുത്തത് റൂർക്കേലയാണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല എവിടെയാണ്? ഒഡീഷയിലാണ്. സുന്ദർഗഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്, ഒഡീഷയിലാണ്. ആരുടെ സഹായത്തോടു കൂടി? ജർമ്മനിയുടെ, റുവോജ എന്ന് ഓർത്താൽ മതി. റൂർക്കേല, ഒഡീഷ, ജർമ്മനിയുടെ സഹായത്തോടു കൂടി റുവോജയിലാണ്. ഓക്കെ, റുവോജ എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അടുത്തത് ദുർഗാപൂർ നമ്മൾ എന്താണ് പഠിച്ചത്? ദുപ്പബ്രി എന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ ദുർഗാപൂർ പശ്ചിമ ബംഗാളാണ്. ബ്രിട്ടന്റെ അല്ലെങ്കിൽ UK സഹായത്തോടു കൂടിയിട്ടാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. 1962 പശ്ചിമ ബംഗാളിൽ എവിടെയാണ്? ദുർഗാപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, അടുത്തത് ബൊക്കാറോ ബൊജറ എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചത്. ബൊക്കാറോ ജാർഖണ്ഡിലാണ്. ഓക്കെ, ജാർഖണ്ഡിലാണ്. റഷ്യയുടെ സഹായത്തോടു കൂടി 1964 ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയെന്ന് വിചാരിക്കുന്ന ഈ ഒരു ടേബിൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഇനി ഇരുമ്പുരുക്കിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? ഇരുമ്പിൻ്റെ കാര്യം പറഞ്ഞു. ഇനി മാംഗനീസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതുവാണ് മാംഗനീസ് എന്ന് പറയുന്നത്. ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതുവാണ് എന്ത്? മാംഗനീസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ചോദിക്കാവുന്നതാണ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന അസംസ്കൃത വസ്തു ഏതാണെന്ന് ചോദിച്ചാൽ കൽക്കരിയാണ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതു ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് മാംഗനീസ് ആണ്. ഇരുമ്പയിര് നിക്ഷേപങ്ങൾക്ക് സമീപമായി പൊതുവെ മാംഗനീസ് നിക്ഷേപങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടുവരുന്നുണ്ട്. ഒഡീഷയാണ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ. മാംഗനീസ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് ആരാണ്? ഒഡീഷയാണ്. കർണാടകം, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവയാണ് മറ്റ് പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ. ഓക്കെ, കർണാടകം, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവയാണ് മറ്റ് പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ. ഇരുമ്പുമായി കൂട്ടിക്കലർത്തി സങ്കരലോഹങ്ങൾ നിർമ്മിക്കുന്നതിന് മാംഗനീസ് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇരുമ്പുമായി കൂട്ടിക്കലർത്തി സങ്കരലോഹങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഏതാണ്? മാംഗനീസ് ആണ്. ഓക്കെ, ഇനി ഇവിടെ ചില ധാതുക്കളും അതിൻ്റെ ഉപയോഗവും പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. ആദ്യം സ്വർണം ഉപയോഗിക്കുന്ന എന്തിനാണ്? നമുക്കറിയാം, ആഭരണ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ്. പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ കർണാടകം അല്ലെ? സ്വർണം നമ്മുടെ കർണത്തിൽ, നമ്മൾ ചെവിയിലിടില്ലേ, കമ്മൽ സ്വർണ്ണം ഇടും. അപ്പോൾ ആ ഒരു രീതിയിൽ ഓർത്തു കഴിഞ്ഞാൽ സ്വർണം കർണാടക കിട്ടിക്കോളും അല്ലേ? അടുത്തത്
വെള്ളി എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കും. ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഫോട്ടോഗ്രാഫി എന്നിവയ്ക്കും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ആഭരണ നിർമ്മാണത്തിനും ഇലക്ട്രോ പ്ലേറ്റിങ്ങിനും ഫോട്ടോഗ്രാഫിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എവിടേക്കാണ് കാണപ്പെടുന്നത്? രാജസ്ഥാൻ, ജാർഖണ്ഡ്, കർണാടകം തുടങ്ങിയവിടങ്ങളിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, രാജസ്ഥാൻ, ജാർഖണ്ഡ്, കർണാടകം. അപ്പോൾ വെള്ളി എന്നൊക്കെ പറയുമ്പോൾ ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കാനല്ലേ. അപ്പോൾ നമ്മൾ രാജാക്കന്മാരൊക്കെ ആഭരണങ്ങൾ ഇടും എന്നുള്ള രീതിയിൽ വെള്ളിയുടെ ആഭരണങ്ങൾ ഇടും എന്നിങ്ങനെ ഓർക്കാം. ഇല്ലെങ്കിൽ നമ്മൾ വെള്ളിയുടെ സാധനങ്ങളൊക്കെ നമ്മൾ എന്താണ് ജാറിനകത്ത് ഇട്ട് വെക്കും എന്നുള്ളത് ഓർത്ത് കഴിഞ്ഞാൽ ജാർഖണ്ഡ് കിട്ടും. ഇല്ലെങ്കിൽ വെള്ളിയുടെ കമ്മലൊക്കെ ഇടുമല്ലോ കർണത്തിൽ, കർണം ചെവി എന്നുള്ള രീതിയിൽ, അപ്പോൾ അത് കർണാടകം. ആ ഒരു രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ കണക്ട് ചെയ്തിട്ട് ഇതൊക്കെ ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ വെള്ളി ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു, ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഫോട്ടോഗ്രാഫിക്ക് ഉപയോഗിക്കുന്നു. രാജസ്ഥാൻ, ജാർഖണ്ഡ്, കർണാടകം എന്നിവിടങ്ങളിലാണ് വെള്ളി കാണപ്പെടുന്നത്. ദെൻ ചെമ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായിട്ട് ഉപയോഗിക്കുന്നതാണ് ചെമ്പ് അല്ലെങ്കിൽ കോപ്പർ എന്ന് പറയുന്നത്. പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലാണ് ചെമ്പ് കൂടുതലായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നത്. ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലാണ്. ഓക്കെ, ഇനി അടുത്തത് ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ അയിരാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. ബോക്സൈറ്റ് വിമാനം, വൈദ്യുതോപകരണങ്ങൾ, ഗാർഹികോപകരണങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, വിമാനം, വൈദ്യുതോപകരണങ്ങൾ, ഗാർഹികോപകരണങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബോക്സൈറ്റ്. അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ട് ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന എവിടെയൊക്കെയാണ്? ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ. ഓക്കെ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ എന്നിവിടങ്ങളിലാണ്. അടുത്തതാണ് അഭ്രം അല്ലെങ്കിൽ മൈക്ക എന്ന് പറയുന്നത്. വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായിട്ട് ഉപയോഗിക്കുന്നത് ചോദിക്കുന്നതാണ് കേട്ടോ. വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായിട്ട് ഉപയോഗിക്കുന്ന ധാതു ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭ്രമാണ്. ഓക്കെ, അല്ലെങ്കിൽ മൈക്ക എന്നൊക്കെ തരും. അപ്പോൾ മൈക്ക അല്ലെങ്കിൽ അഭ്രം വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായിട്ട് ഉപയോഗിക്കുന്നു. ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ബീഹാർ എന്നിവിടങ്ങളിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ബീഹാർ എന്നിവിടങ്ങളിലാണ്. ചാലകമായിട്ട് ഉപയോഗിക്കുന്ന ധാതു ഏതായിരുന്നു? ചെമ്പായിരുന്നു. വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? അഭ്രമാണ്. ഓക്കെ, അതുപോലെ വിമാനത്തിൽ ഉപയോഗിക്കുന്നത് ഏതാണ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ബോക്സൈറ്റ് അങ്ങനെയൊക്കെ ഓർത്ത് വയ്ക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് എന്തായാലും ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കാം. ഇനി അടുത്തത് ധാതു ഇന്ധനങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ധാതു ഇന്ധനങ്ങൾ എന്ന് പറയുമ്പോൾ കൃഷി, വ്യവസായം, ഗതാഗതം തുടങ്ങി വിവിധ മേഖലകളിലെ ഊർജ ആവശ്യങ്ങൾക്ക് നാം ആശ്രയിക്കുന്നത് ധാതു വിഭവങ്ങളെയാണ്. ഓക്കെ, കൃഷി, വ്യവസായം, ഗതാഗതം തുടങ്ങിയ വിവിധ മേഖലകളിലെ ഊർജ ആവശ്യങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ധാതു വിഭവങ്ങളെയാണ് ഊർജത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ എന്നിവയാണ് പ്രധാന ഊർജ വിഭവങ്ങൾ. ഓക്കെ, ഏതൊക്കെയാണ്? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ എന്നിവയാണ് പ്രധാനപ്പെട്ട ഊർജ വിഭവങ്ങൾ. ഇവയെ ഫോസിൽ ഇന്ധനങ്ങൾ എന്നും വിളിക്കുന്നുണ്ട്. ഓക്കെ, ഫോസിൽ ഇന്ധനങ്ങൾ എന്നും വിളിക്കുന്നുണ്ട്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ എന്നിവയെ ഫോസിൽ ഇന്ധനങ്ങൾ എന്നും വിളിക്കുന്നുണ്ട്. ഇനി ഓരോന്നിനെ പറ്റി നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്, ഈ ഫോസിൽ ഇന്ധനങ്ങളെ കുറിച്ച്. ഓക്കെ, ആദ്യത്തേത് കൽക്കരി. കൽക്കരിയിൽ നിന്ന് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടുന്ന ഒരു ഭാഗമാണ് കൽക്കരി. ഇന്ത്യയിലെ മുഖ്യ താപോർജ സ്രോതസ്സാണ് കൽക്കരി. ഓക്കെ, ഇന്ത്യയിലെ മുഖ്യ താപോർജ സ്രോതസ് ഏതാണ്? കൽക്കരിയാണ്. പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന കൽക്കരി ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ബിറ്റുമിനസ് വിഭാഗത്തിൽ വരുന്ന കൽക്കരിയാണ്. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവയാണ് പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ. ഓക്കെ, അപ്പോൾ കൽക്കരി ഏറ്റവും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഇവിടങ്ങളിലാണ് പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ്. ജാർഖണ്ഡിലെ ജാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം. എപ്പോഴും ചോദിക്കുന്നതാണ് ജാർഖണ്ഡിലെ ജാറിയ. ഓക്കെ, ജാർഖണ്ഡിലെ ജാറിയ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം. അപ്പോൾ ചിലപ്പോൾ ഓപ്ഷനിൽ ജാറിയ എന്ന് പോലും കൊടുക്കാതെ ചോദ്യങ്ങൾ വന്നിട്ടും അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ തറവായിട്ട് പഠിച്ചു വയ്ക്കുക. ജാർഖണ്ഡിലെ ജാറിയ എന്ന് പറയുന്ന സ്ഥലമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം. ഓക്കെ, ജാർഖണ്ഡിലെ ജാറിയ.
തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നു. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നു. നെയ്വേലിയിൽ എന്താണ് കാണപ്പെടുന്നത്? ലിഗ്നൈറ്റ് എന്ന് പറയുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൽക്കരിയെക്കുറിച്ച് കിട്ടിയല്ലോ. അടുത്തത് പെട്രോളിയവും പ്രകൃതിവാതകവും. റോഡ്, റെയിൽ, വ്യോമഗതാഗത മേഖലകൾക്ക് മുഖ്യ ഊർജ്ജ സ്രോതസ്സാണ് പെട്രോളിയം. ഓക്കെ, റോഡ്, റെയിൽ, വ്യോമഗതാഗത മേഖലകൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഊർജ്ജ സ്രോതസ് ഏതാണ്? പെട്രോളിയമാണ്. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കൂടാതെ രാസവളങ്ങൾ, കൃത്രിമ റബ്ബർ, കൃത്രിമ നാരുകൾ, വാസലിൻ തുടങ്ങി വിവിധ തരം ഉപ ഉൽപ്പന്നങ്ങൾ പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നു. അപ്പോൾ പെട്രോൾ മാത്രമല്ല, പെട്രോളും ഡീസലും മാത്രമല്ല, രാസവളങ്ങൾ, കൃത്രിമ റബ്ബർ, കൃത്രിമ നാരുകൾ, വാസലിൻ തുടങ്ങിയ പലതരം ഉൽപ്പന്നങ്ങളും പെട്രോളിയത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നുണ്ട്. അസമിലെ ദിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തെടുത്തത് എവിടെയാണ്? അസമിലെ ദിഗ്ബോയിലാണ്. ഓക്കെ, ദിഗ്ബോയ്. അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ്. മഹാരാഷ്ട്രയിലെ മുംബൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതായിരുന്നു? ജാറിയായിരുന്നു. ജാർഖണ്ഡിലെ ജാറിയാണ് ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മുംബൈ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. മുംബൈ ആണ് ഏറ്റവും വലിയ എണ്ണപ്പാടം. ഓക്കെ, പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് എന്ത്? പ്രകൃതിവാതകം. ചിലയിടങ്ങളിൽ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ മാത്രമായും കാണപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ. ഓക്കെ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ എന്താണ്? പ്രകൃതിവാതകം മാത്രമായിട്ടുള്ള നിക്ഷേപങ്ങൾ കാണപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ആണവധാതുക്കൾ നോക്കാം. യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവധാതുക്കൾ. പ്രധാനപ്പെട്ട ആണവധാതുക്കൾ ഏതൊക്കെയാണ്? യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവധാതുക്കൾ. ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലായി സമ്പന്നമായ യുറേനിയം നിക്ഷേപങ്ങളുണ്ട്. അപ്പോൾ യുറേനിയം നിക്ഷേപങ്ങൾ ഉള്ളത് എവിടേക്കാണ്? ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് സമ്പന്നമായ യുറേനിയം നിക്ഷേപങ്ങളുണ്ട്. കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ കാണുന്ന മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്ന് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ തോറിയം ഉൽപ്പാദിപ്പിക്കുന്നത് മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്നാണ്. അതെവിടെയാണ് കാണപ്പെടുന്നത്? കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ, കേരളത്തിലും തമിഴ്നാട്ടിലും കാണപ്പെടുന്ന തീരദേശ മണലിൽ കാണപ്പെടുന്ന മോണോസൈറ്റ്, ഇൽമനൈറ്റ് തുടങ്ങിയ ധാതുക്കളിൽ നിന്നാണ് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയങ്ങൾ താഴെ തന്നിട്ടുണ്ട്. ഓരോ ആണവോർജ നിലയം അത് ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. താരാപൂർ, താരാപൂർ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. റാവത് ഭട്ട രാജസ്ഥാനിലാണ്. കൽപ്പാക്കം, കൂടംകുളം തമിഴ്നാട്ടിലാണ്. കൈഗ കർണാടക, കാക്രപാറ ഗുജറാത്തിലാണ്. നറോറ ഉത്തർപ്രദേശിലാണ്. ഓക്കെ, താരാപൂർ മഹാരാഷ്ട്ര, റാവത് ഭട്ട രാജസ്ഥാൻ, കൽപ്പാക്കം, കൂടംകുളം തമിഴ്നാട്, കൈഗ കർണാടകം, കാക്രപാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ധാതു വിഭവങ്ങളാണ് നാം ഏറെ കാലമായി ഊർജ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ ഇത്തരം ഊർജ സ്രോതസ്സുകളെ പാരമ്പര്യ സ്രോതസ്സുകൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, കൽക്കരി, പെട്രോളിയം നമ്മൾ ധാതു വിഭവങ്ങൾ കുറേ കാലമായിട്ട് നമ്മൾ ഊർജ ആവശ്യങ്ങൾക്കായിട്ട് പ്രയോജനപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ ഇവയെ പാരമ്പര്യ സ്രോതസ്സുകൾ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഇത്തരം ധാതുക്കൾ പുനഃസ്ഥാപിക്കപ്പെടാത്തതിനാൽ ഭൂമിയിൽ ഈ വിഭവങ്ങൾ ശുഷ്കമായി കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇത്തരം ഇന്ധനങ്ങൾ കത്തിക്കുന്നത് വൻതോതിൽ പരിസ്ഥിതി മലിനീകരണവും സൃഷ്ടിക്കുന്നു. ഇതിന് ബദലായി നാം ഇന്ന് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ വ്യാപകമായി ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു. സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം, വേലിയോർജം, ജൈവവാതകം എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. അപ്പോൾ പാരമ്പര്യ ഊർജ സ്രോതസ്സുകളാണ് കൽക്കരി, പെട്രോളിയം. അത് നമ്മൾ ഉപയോഗിക്കും തോറും അതിനെ നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയില്ല, അത് ശുഷ്കമായി കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ ആശ്രയിക്കാൻ തുടങ്ങി. ഏതൊക്കെയാണ്
പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം, വേലിയോർജം, ജൈവവാതകം എന്നിവയാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഈ സ്രോതസ്സുകൾക്ക് ഇന്ത്യയിൽ ഏറെ പ്രാമുഖ്യം നൽകി വരുന്നു. അപ്പോൾ ഈ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ്, ചെലവ് കുറഞ്ഞതാണ്, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായിട്ടുള്ള സ്രോതസ്സുകളാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഗതാഗതം. ഓക്കെ, നമുക്ക് ഗതാഗത വാർത്താവിനിമയ മേഖല പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ ഗതാഗതമാണ് നമ്മൾ പഠിക്കുന്നത്. വൈവിധ്യമാർന്ന ഈ ഗതാഗത മാർഗങ്ങൾ രാജ്യപുരോഗതിയെ എപ്രകാരമാണ്, ഇവിടെ എന്തൊക്കെയാണ് ഗതാഗത മാർഗങ്ങളുടെ പിക്ചറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, നോക്കുക. ട്രെയിനിൻ്റെയും അല്ലെ എല്ലാത്തിൻ്റെയും ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. റോഡ് ഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം, റെയിൽ ഗതാഗതം, എല്ലാ ഗതാഗതത്തിൻ്റെയും പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈവിധ്യമാർന്ന ഈ ഗതാഗത മാർഗങ്ങൾ രാജ്യപുരോഗതിയെ എപ്രകാരമാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഉൽപാദന മേഖലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉറപ്പാക്കുന്നതിനും ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് ആവശ്യാനുസരണം എത്തിക്കുന്നതിനും കാര്യക്ഷമമായ ഗതാഗത വ്യവസ്ഥ അനിവാര്യമാണ്. ഓരോ പ്രദേശത്തിൻ്റെയും ഭൗതിക സാഹചര്യങ്ങൾക്ക് ഇണങ്ങും വിധമാണ് ഗതാഗത മാർഗങ്ങൾ കണ്ടെത്തുന്നത് അല്ലേ. നമ്മളൊരു ഉൽപ്പന്നം ഉണ്ടാക്കി അത് ഉപഭോക്താക്കളിലേക്ക് ആവശ്യാനുസരണം എത്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഗതാഗത സൗകര്യം വേണം. അതും ഓരോ പ്രദേശത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഗതാഗത മാർഗങ്ങളാണ് കണ്ടെത്തുന്നത് അല്ലേ. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് റോഡ് ഗതാഗതം. രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചു കിടക്കുന്ന ഗ്രാമങ്ങളെയും നഗരങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാന മാർഗം റോഡ് ഗതാഗതമാണ് അല്ലേ. രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം കിടക്കുന്ന ഗ്രാമങ്ങളെയും നഗരങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന മാർഗം റോഡ് ഗതാഗതമാണ്. നിർമ്മാണ നിർവഹണ സംവിധാനങ്ങൾ അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ റോഡുകളെ വർഗീകരിച്ചിരിക്കുന്നു. നിർമ്മാണ നിർവഹണ സംവിധാനങ്ങളെ അടിസ്ഥാനമാക്കി എത്ര തരത്തിലാണ് റോഡുകളെ തിരിച്ചിരിക്കുന്നത്? ദേശീയപാതകൾ, സംസ്ഥാന ഹൈവേകൾ, ജില്ലാ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ എന്നിങ്ങനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട് റോഡുകളെ. ഓക്കെ, അപ്പോൾ ഇതിലെ ദേശീയപാതകൾ എന്ന് പറയുന്നത് എന്താണ്? ദേശീയപാതകൾ എന്ന് പറയുമ്പോൾ രാജ്യത്തെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങൾ, പ്രധാന നഗരങ്ങൾ, തുറമുഖങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് ദേശീയപാതകൾ. ഈ റോഡുകളുടെ നിർമ്മാണ നിർവഹണ ചുമതല കേന്ദ്ര സർക്കാരിന്. അപ്പം നിർമ്മാണ നിർവഹണ ചുമതല ആർക്കാണ് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് 4 തരത്തിലുള്ള റോഡുകൾ. അപ്പം നിർമ്മാണ നിർവഹണ ചുമതല കേന്ദ്ര സർക്കാരിന് ഉള്ള റോഡുകളാണ് ദേശീയപാതകൾ. ഓക്കെ, അപ്പം രാജ്യത്തെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങളും പ്രധാന നഗരങ്ങളും തുറമുഖങ്ങളും അങ്ങനെയുള്ള എല്ലാ കേന്ദ്രങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിർമ്മാണ നിർവഹണ ചുമതല കേന്ദ്ര സർക്കാരിനുള്ള റോഡുകളാണ് ദേശീയപാതകൾ. അടുത്തത് സംസ്ഥാന ഹൈവേകൾ. സംസ്ഥാന ഹൈവേകൾ എന്ന് പറയുമ്പോൾ സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകൾ. ഓക്കെ, സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ്. ഇവിടുത്തെ നിർമ്മാണ നിർവഹണ ചുമതല ആർക്കായിരിക്കും? സംസ്ഥാന സർക്കാരുകൾക്കാണ്. സംസ്ഥാന ഹൈവേകളാവുമ്പോൾ സംസ്ഥാന സർക്കാർക്കാണ് നിർമ്മാണ നിർവഹണ ചുമതല. ഓക്കെ, ദേശീയപാതകളാവുമ്പോൾ കേന്ദ്ര സർക്കാരിനായിരിക്കും. ഇനി ജില്ലാ റോഡുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? ജില്ലാ ആസ്ഥാനങ്ങളെ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളാണ്. ജില്ലാ ആസ്ഥാനങ്ങളെ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ജില്ലാ റോഡുകൾ. ഈ റോഡുകൾ നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും ആരാണ്? ജില്ലാ പഞ്ചായത്തുകളാണ്. ഓക്കെ, ജില്ലാ റോഡുകൾ പരിപാലിക്കുന്നത് ജില്ലാ പഞ്ചായത്തുകളാണ്. ഇനി ഗ്രാമീണ റോഡുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്ന റോഡുകളാണ് ഗ്രാമീണ റോഡുകൾ. നമ്മുടെ വീടിനടുത്തൊക്കെ കാണുന്ന റോഡുകളിലെ. അപ്പോൾ ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്ന റോഡുകളാണ് ഗ്രാമീണ റോഡുകൾ. ഇന്ത്യയിൽ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ 80% എന്ത് തന്നെയാണ്? ഗ്രാമീണ റോഡുകളാണ്. ഓക്കെ, ഇന്ത്യയിലുള്ള റോഡുകളുടെ ആകെയുള്ളതിൻ്റെ 80% ഗ്രാമീണ റോഡുകളാണ്. ഇതിൻ്റെ നിർമ്മാണവും പരിപാലനവും ആർക്കാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിർമ്മാണ നിർവഹണ ചുമതലയിൽ വരുന്ന റോഡുകളാണ് ഗ്രാമീണ റോഡുകൾ. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന റോഡുകൾ ജില്ലാ റോഡുകൾ. സംസ്ഥാന സർക്കാരിന്റെ ചുമതലയിൽ വരുന്ന റോഡുകൾ സംസ്ഥാന ഹൈവേകൾ. കേന്ദ്ര സർക്കാരിന്റെ നിർമ്മാണ നിർവഹണ ചുമതലയുള്ള റോഡുകളാണ് ദേശീയപാതകൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഇന്ത്യയിലെ മെഗാ നഗരങ്ങളായിട്ടുള്ള ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത് ആരെയൊക്കെയാണ് തമ്മിൽ ബന്ധിപ്പിക്കുന്നത്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഓക്കെ, ഇന്ത്യയിലെ മെഗാ നഗരങ്ങളായിട്ടുള്ള ഡൽഹി, മുംബൈ, ചെന്നൈ,
കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 6 വരി പാതകളായിട്ടുള്ള സൂപ്പർ ഹൈവേകളെ ചേർത്ത് പറയുന്നതാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന്. ഓക്കെ, നാഷണൽ ഹൈവേ അതോറിറ്റികളാണ് ഈ റോഡുകളുടെ ചുമതല. അപ്പോൾ ഈ സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ, ഇപ്പോൾ സൂപ്പർ ഹൈവേസിൻ്റെ ആർക്കാണ് ഇതിൻ്റെ ചുമതല? നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഈ റോഡുകളുടെയൊക്കെ ചുമതല വരുന്നത്. ഇന്ത്യയിൽ എല്ലായിടത്തും റോഡ് സാന്ദ്രത ഒരുപോലല്ല. പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതിയും സാമ്പത്തിക വികസന തലവുമാണ് മുഖ്യമായും റോഡ് ശൃംഖലയുടെ വികസന തോത് നിർണ്ണയിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് റോഡ് ഗതാഗതത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് റെയിൽ ഗതാഗതം. റെയിൽ ഗതാഗതം എന്ന് പറയുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഇന്ത്യയിലാണ്. ഏഷ്യ എന്ന് പറയുന്ന വൻകര എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഇന്ത്യയിലാണുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ. എപ്പോഴും ചോദിക്കുന്നതാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഏതാണ്? ഇന്ത്യൻ റെയിൽവേ ആണ്. സഞ്ചാരത്തിനും ചരക്കു ഗതാഗതത്തിനും ഒരുപോലെ പ്രധാനമാണ് റെയിൽ ഗതാഗതം. ഓക്കെ, സഞ്ചാരത്തിനും അതെ ചരക്കു ഗതാഗതത്തിനും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് റെയിൽ ഗതാഗതം. ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയിൽ നിർണായക സ്ഥാനമാണ് റെയിൽവേക്കുള്ളത്. ഓക്കെ, ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയിൽ നിർണായക സ്ഥാനമാണ് റെയിൽവേക്കുള്ളത്. 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. മഹാരാഷ്ട്രയിലെ മുംബൈയിൽ നിന്ന് താനെ വരെ നീളുന്ന, നമ്മൾ പഠിച്ചതാണ് ഇതൊക്കെ അല്ലേ, മുംബൈയിൽ നിന്ന് താനെ വരെ നീളുന്ന 34 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു തുടക്കം. ഭരണനിർവഹണത്തിനായി ഇന്ത്യൻ റെയിൽവേ 16 മേഖലകളായിട്ട് തിരിച്ചിരിക്കുന്നു. ഓക്കെ, ഇന്ത്യൻ റെയിൽവേ എത്ര മേഖലകളാക്കി തിരിച്ചിരിക്കുന്നു? 16 മേഖലകളാക്കിയിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പോൾ പാളങ്ങൾ തമ്മിലുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേയുടെ വർഗീകരണം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പാളങ്ങൾ തമ്മിലുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആദ്യത്തേത് നോക്കുക, റെയിൽ ഗേജിൻ്റെ പേര് ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ് എന്നിങ്ങനെ 3 തിരിച്ചിട്ടുണ്ട്. പാളങ്ങൾ തമ്മിലുള്ള അകലത്തിൻ്റെ ബേസിലാണ്. അപ്പോൾ അവിടെ ബ്രോഡ് ഗേജ് എന്ന് പറയുന്നത് പാളങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണ്? 1.676 മീറ്റർ അകലം വരുന്നതാണ് ബ്രോഡ് ഗേജ്. ഓക്കെ, 1.676 മീറ്റർ അകലം വരുന്നത് ബ്രോഡ് ഗേജ്. ഇന്ത്യയിലെ ആനുപാതിക ദൈർഘ്യം എത്രയാണ്? 74% ബ്രോഡ് ഗേജ് ആണ്. ദെൻ മീറ്റർ ഗേജ് എന്ന് പറയുന്നത് പാളങ്ങൾ തമ്മിലുള്ള അകലം എന്താണ്? 1 മീറ്റർ ആയിരിക്കും. 1 മീറ്റർ ആയതുകൊണ്ട് മീറ്റർ ഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇന്ത്യയിലെ ആനുപാതിക ദൈർഘ്യം എന്ന് പറയുന്നത് 21% മീറ്റർ ഗേജ്. ദെൻ നാരോ ഗേജ് എന്ന് പറയുന്നത് 0.762 മീറ്റർ അല്ലെങ്കിൽ 0.610 മീറ്റർ, ഇത്രയും പാളത്തിൻ്റെ അകലം വരുന്നതാണ് നാരോ ഗേജ് എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യയിലെ ആനുപാതിക ദൈർഘ്യം എന്ന് പറയുന്നത് 5% നാരോ ഗേജ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കാം. ഇനി മീറ്റർ ഗേജ്, നാരോ ഗേജ് പാതകളെ ബ്രോഡ് ഗേജ് ആക്കി മാറ്റുന്നതിനുള്ള കർമ്മ പരിപാടികൾ റെയിൽവേ ത്വരിതഗതിയിൽ നടത്തി വരുന്നു. ഓക്കെ, മീറ്റർ ഗേജും നാരോ ഗേജ് പാതകളെ ബ്രോഡ് ഗേജ് ആക്കിയിട്ട് മാറ്റുന്നതിനുള്ള, അതായത് പാളങ്ങൾ തമ്മിലുള്ള അകലം കൂടുതലുള്ളതാണ് ബ്രോഡ് ഗേജ് അല്ലേ. അപ്പോൾ ബ്രോഡ് ഗേജ് ആക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നു. ആവി എഞ്ചിനുകൾ പൂർണ്ണമായും മാറ്റി ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക്കൽ എഞ്ചിനുകളും ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ആവി എഞ്ചിനുകളായിരുന്നു ആദ്യം, അത് മാറ്റി ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക്കൽ എഞ്ചിനുകളും ഒക്കെ മാറ്റിയിട്ടുണ്ട്. കൂടാതെ പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ച് മെട്രോ റെയിൽ പദ്ധതി നടപ്പിലാക്കി വരുന്നു എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ കൊങ്കൺ റെയിൽവേ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നോക്കുക, 1998 നിർമ്മാണം പൂർത്തീകരിച്ച കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ കൈവരിച്ച നേട്ടങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാണ്. അപ്പോൾ 1998 എന്ത് കൊങ്കൺ റെയിൽവേ പൂർത്തീകരിക്കുന്നത്. ഓക്കെ, ഇനി മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെ 760 കിലോമീറ്റർ ആണ് ആകെ നീളം. കൊങ്കൺ റെയിൽവേയുടെ നീളമാണ് പറയുന്നത്. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെ 760 കിലോമീറ്റർ ആണ് ആകെ നീളം. സഞ്ചാരപാതയിൽ 146 നദികൾ പിന്നിടുന്ന ഈ പാതയിൽ ഏകദേശം 2000 പാലങ്ങളും 91 തുരങ്കങ്ങളും ഉണ്ട്. 146 നദികൾ പിന്നിടുന്നുണ്ട്, 2000 പാലങ്ങളുണ്ട്, 91 തുരങ്കങ്ങളുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽ തുരങ്കം ഇവിടെയാണ്. ഓക്കെ, 6.5 കിലോമീറ്റർ. മഹാരാഷ്ട്ര, ഗോവ, കർണാടകം എന്നീ സംസ്ഥാനങ്ങൾ ഈ സംരംഭത്തിൻ്റെ പങ്കാളികളാണ്. മഹാരാഷ്ട്ര, ഗോവ, കർണാടകം. ഓക്കെ, കൊങ്കൺ റെയിൽവേയും കൂടെ ഒന്ന് നോക്കി വയ്ക്കാം. അടുത്തത് ജലഗതാഗതത്തെക്കുറിച്ചാണ്. വൻതോതിലുള്ള ചരക്കു ഗതാഗതത്തിന് ഏറ്റവും യോജിച്ച മാർഗമാണ് എന്ത്? ജലഗതാഗതം. വൻതോതിലുള്ള ചരക്കു ഗതാഗതത്തിന് ഏറ്റവും യോജിച്ച മാർഗം ജലഗതാഗതമാണ്.
ജലഗതാഗതത്തിന്റെ പൊതുവായിട്ടുള്ള മേന്മകൾ എന്തൊക്കെയാണ്? ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ്, വൻ തോതിലുള്ള ചരക്കു ഗതാഗതത്തിന് ഉചിതം, പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നില്ല, അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും അനുയോജിച്ചത്. അല്ലെ, ചെലവ് കുറവാണ്, വൻ തോതിലുള്ള ചരക്കു ഗതാഗതത്തിന് ഉചിതമാണ്, പരിസ്ഥിതി മലിനീകരണം ഉണ്ടാവുന്നില്ല, പുകയോ ശബ്ദ മലിനീകരണമോ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുന്നില്ല, അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും അനുയോജിച്ചതാണ് ജലഗതാഗതം എന്ന് പറയുന്നത്. ജലഗതാഗതത്തെ പൊതുവായി രണ്ടായി തിരിക്കാം. ഏതൊക്കെയാണ്? ഉൾനാടൻ ജലഗതാഗതം എന്നും സമുദ്ര ജലഗതാഗതം എന്നും രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ, നദികൾ, കായലുകൾ, കനാലുകൾ തുടങ്ങിയ ജലാശയങ്ങളെയാണ് ഉൾനാടൻ ജലഗതാഗതത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉൾനാടൻ ജലഗതാഗതത്തിന് ഉപയോഗിക്കുന്ന എന്തിനൊക്കെയാണ്? നദികൾ, കായലുകൾ, കനാലുകൾ തുടങ്ങിയ ജലാശയങ്ങളാണ്. ഇന്ത്യയിൽ താഴെ പറയുന്ന ജലാശയങ്ങളെയാണ് വൻതോതിൽ ഉൾനാടൻ ജലഗതാഗതത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ വൻതോതിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് പ്രയോജനപ്പെടുത്തുന്നത് ഏതൊക്കെയാണ്? ഗംഗ, ബ്രഹ്മപുത്ര നദികളും പോഷക നദികളും, ഗോദാവരി, കൃഷ്ണ നദികളും പോഷക നദികളും, ആന്ധ്ര തമിഴ്നാട് പ്രദേശത്തെ ബക്കിംഗ്ഹാം കനാൽ, ഗോവയിലെ മാണ്ഡോവി, സുവാരി നദികൾ, കേരളത്തിലെ കായലുകൾ, ഇതൊക്കെയാണ് ഉൾനാടൻ ജലഗതാഗതത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുന്നത്. ഏതൊക്കെയാണ്? ഗംഗ, ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷക നദികളും, ഗോദാവരി, കൃഷ്ണ നദികളും അവയുടെ പോഷക നദികളും, ആന്ധ്ര തമിഴ്നാട് പ്രദേശത്തെ ബക്കിംഗ്ഹാം കനാൽ, ഗോവയിലെ മാണ്ഡോവി, സുവാരി നദികൾ, കേരളത്തിലെ കായലുകൾ എന്നിവയാണ് എന്തിന്? ഉൾനാടൻ ജലഗതാഗതത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിലെ 5 ജലപാതകളെ ദേശീയ ജലപാതകളായിട്ട് പ്രഖ്യാപിച്ചു. ഓക്കെ, 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം. അപ്പോൾ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത് എപ്പോഴാണ്? 1986 അതിനുശേഷം ഇന്ത്യയിലെ 5 ജലപാതകളെ ദേശീയ ജലപാതകളായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഓരോ ദേശീയ ജലപാതയും അത് എവിടം മുതൽ എവിടം വരെയാണ്, ഏത് നദിയിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോക്കുക, ദേശീയ ജലപാത 1 എന്ന് പറയുന്നത് ഗംഗാ നദിയിലാണ്. ഗംഗാ നദിയിൽ അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ്. ഓക്കെ, ദേശീയ ജലപാത 1 ഗംഗാ നദിയിലാണ്. അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ്. 1620 കിലോമീറ്റർ ആണ് നീളം. ഓക്കെ, അടുത്തത് ദേശീയ ജലപാത 2 എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. സതിയ മുതൽ ധൂബ്രി വരെയാണ്. 891 കിലോമീറ്റർ ആണ് വരുന്നത്. ദെൻ ദേശീയ ജലപാത 3 എന്ന് പറയുന്നത് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാലാണ്. 205 കിലോമീറ്റർ ആണ് വരുന്നത്. ദേശീയ ജലപാത 4 ഗോദാവരി നദിയിലാണ്. ഗോദാവരി, കൃഷ്ണ നദികളുമായി ചേർന്നിട്ട് കാക്കിനഡ മുതൽ പുതുച്ചേരി വരെയുള്ള കനാലാണ്. ഓക്കെ, 1095 കിലോമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, കാക്കിനഡ ടു പുതുച്ചേരിയാണ്. അടുത്ത ദേശീയ ജലപാത 5 എന്ന് പറയുന്നത് പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥയാണ്. ഓക്കെ, ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ 623 കിലോമീറ്റർ ആണ്. അപ്പോൾ ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും പഠിച്ചു വെച്ചേക്കാം കേട്ടോ. സഞ്ചാരത്തിനും ചരക്കു ഗതാഗതത്തിനും മാത്രമല്ല, ഉൾനാടൻ മത്സ്യബന്ധനത്തിനും വിനോദസഞ്ചാരത്തിനും ഉൾനാടൻ ജലഗതാഗതത്തെ പ്രയോജനപ്പെടുത്തുന്നു. ഓക്കെ, സഞ്ചാരത്തിനും ചരക്കു ഗതാഗതത്തിനും മാത്രമല്ല, ഉൾനാടൻ മത്സ്യബന്ധനത്തിനും വിനോദസഞ്ചാരത്തിനും ഉൾനാടൻ ജലഗതാഗതത്തെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇനി ഇന്ത്യയുടെ പടിഞ്ഞാറും കിഴക്കുമായിട്ട് 12ഓളം പ്രധാന തുറമുഖങ്ങളും 185ഓളം ചെറിയ തുറമുഖങ്ങളും ഉണ്ട്. അന്താരാഷ്ട്ര വാണിജ്യത്തിൽ ഇന്ത്യയിലെ തുറമുഖങ്ങൾക്ക് ശ്രദ്ധേയമായ സ്ഥാനമാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ തുറമുഖങ്ങൾ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 12ഓളം പ്രധാന തുറമുഖങ്ങളും 185ഓളം ചെറിയ തുറമുഖങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? കണ്ട്ല, മുംബൈ, നെവാഷേവ, മർമഗോവ, മംഗലാപുരം, കൊച്ചി, തൂത്തുക്കുടി, ചെന്നൈ, വിശാഖപട്ടണം, പാരദ്വീപ്, ഹാൽഡിയ, കൊൽക്കത്ത. ഏതൊക്കെയാണ്? കണ്ട്ല, മുംബൈ, നെവാഷേവ, മർമഗോവ, മംഗലാപുരം, കൊച്ചി, തൂത്തുക്കുടി, ചെന്നൈ, വിശാഖപട്ടണം, പാരദ്വീപ്, ഹാൽഡിയ, കൊൽക്കത്ത എന്നിവയാണ്. ഓക്കെ, ഇനി വിഴിഞ്ഞം തുറമുഖ പദ്ധതി. ഓക്കെ, വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ കുറിച്ച് പറയുന്നുണ്ട്. വിഴിഞ്ഞം ആഴക്കടൽ വിവിധോദ്ദേശ തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കേരളത്തിന് 2 പ്രധാന തുറമുഖങ്ങളാകും.
പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കാൻ വിഭാവനം ചെയ്ത ഈ പദ്ധതിയുടെ ആദ്യഘട്ടം കണ്ടെയ്നർ തുറമുഖമായാണ് വികസിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര കപ്പൽപാതയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും എന്നാൽ സ്വാഭാവിക ആഴം 24 മീറ്ററിൽ കൂടുതലാണെന്നതും നിർദ്ദിഷ്ട തുറമുഖത്തിൻ്റെ സവിശേഷതകളാണ്. ജസ്റ്റ് വായിക്കാം. ഇനി വ്യോമഗതാഗതം. ഓക്കെ, ജലഗതാഗതം കഴിഞ്ഞു, വ്യോമഗതാഗതമാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ഇന്ത്യയുടെ വ്യോമഗതാഗതം. ഓക്കെ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ഇന്ത്യയുടെ വ്യോമഗതാഗതം. ഇതിനു കീഴിൽ 11 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളടക്കം 126 വിമാനത്താവളങ്ങളാണുള്ളത്. എയർ ഇന്ത്യ, ഇന്ത്യൻ എയർലൈൻസ് എന്നീ കോർപ്പറേഷനുകളാണ് യഥാക്രമം അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾ കൈകാര്യം ചെയ്യുന്നത്. നിരവധി സ്വകാര്യ കമ്പനികളും ഇന്ത്യയിൽ വിമാന സർവീസുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ എയർ ഇന്ത്യ, ഇന്ത്യൻ എയർലൈൻസ് എന്നീ കോർപ്പറേഷനുകളാണ് യഥാക്രമം അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾ കൈകാര്യം ചെയ്യുന്നത്. വാക്കുകളിലൂടെ വർണ്ണിക്കാനാവാത്തത്ര സമ്പന്നമാണ് ഇന്ത്യയുടെ വിഭവ വൈവിധ്യം എന്നത് ഇതിനോടകം നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകും. ഈ വൈവിധ്യങ്ങളെ കൂടുതൽ ശാസ്ത്രീയമായും നീതിയുക്തമായും ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി ഏറെ ശോഭനമാകും എക്കാലത്തേക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്ത്യൻ ജിയോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ചാപ്റ്റേഴ്സ്. നമ്മൾ മുഴുവൻ ചാപ്റ്റേഴ്സും 5 ചാപ്റ്ററാണ് ഉണ്ടായിരുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് എടുത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ജിയോഗ്രഫി എന്ന് പറയുന്ന ഭാഗം നമ്മുടെ SCERT ബേസ്ഡ് ആയിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിൻ്റെ എല്ലാം PDF എന്ന് പറയുന്നത് ഞാൻ ഇത് ഓരോ ടെക്സ്റ്റ് ബുക്കിലെയും ഓരോ ചാപ്റ്റർ എടുത്തിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നത്. അപ്പോൾ ഞാൻ ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളുടെ PDF തന്നെ ടെലഗ്രാമിൽ ഇട്ടേക്കാം. 5 മുതൽ 10 വരെയുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കുകളുടെയും PDF ടെലഗ്രാമിൽ ഇട്ടേക്കാം. നമ്മൾ പഠിപ്പിക്കുന്നത് ഞാൻ പറയുന്നുണ്ടല്ലോ ഏത് ക്ലാസ്സിലെ ഏത് ടെക്സ്റ്റിലെ ഏത് പാഠമാണ് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളത് വായിച്ചിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളുടെ PDF നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഇട്ട് തന്നേക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്ത്യൻ ജിയോഗ്രഫി എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ സിവിക്സും എക്കണോമിക്സും ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനും എല്ലാം ഇതുപോലെ SCERT ബേസ്ഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ +1 +2 പാഠപുസ്തകത്തെ ബേസ് ചെയ്തുകൊണ്ട് +2 മെയിൻസുകാർക്കും ഡിഗ്രി ലെവൽ മെയിൻസുകാർക്കും വേണ്ടി ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് SCERT പഠിക്കുന്നത് 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ളവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. +2 മെയിൻസുകാർക്കും ഡിഗ്രി ലെവൽ മെയിൻസുകാർക്കും ഇത് പഠിക്കാം. കൂടാതെ അവരെന്തും കൂടെ പഠിക്കണം, +1 +2 ടെക്സ്റ്റ് ബുക്കുകളും കൂടെ പഠിക്കണം. അത് നമ്മൾ സെപ്പറേറ്റ് ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ കണ്ട് നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്